ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ സ്നേഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ആത്മശാന്തിക്ക് വേണ്ടി ആളുകൾ അനവരതം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുണ്യസ്ഥലത്ത് നമുക്കും ഒരല്പനേരം ധ്യാനനിമഗ്നരായി ദൈവവചനങ്ങൾ നമ്മോടെന്ത് സംസാരിക്കുന്നു എന്ന് കാതോർക്കുവാൻ ഇടയായതിൽ ആമുഖമായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അല്പസമയത്തെ ധ്യാനത്തിനായി ദൈവത്തിൽ ശരണപ്പെടുന്ന വേദഭാഗം സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളാണ്. അതിപ്രകാരമാണ് വായിക്കുന്നത്: ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നു. അല്പഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു. ജ്ഞാനിയുടെ ബുദ്ധി അവൻ്റെ വലത് ഭാഗത്തും മൂഢൻ്റെ ബുദ്ധി അവൻ്റെ ഇടത് ഭാഗത്തും ഇരിക്കുന്നു. ഭോഷൻ നടക്കുന്ന വഴിയിൽ അവൻ്റെ ബുദ്ധി ക്ഷയിച്ചു പോകുന്നു. ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്ന് അറിവാണ്, അഥവാ ജ്ഞാനമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച ശലോമോൻ രാജാവിൻ്റെ ഒരു പുസ്തകമാണ് സഭാപ്രസംഗി. നമുക്കറിയാം, അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അത് പറയുന്നുണ്ട്. യെരുശലേമിലെ രാജാവായി ദാവീദിൻ്റെ മകനായ സഭാപ്രസംഗിയുടെ വചനങ്ങളെന്ന്. ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ് നോളജ്, അഥവാ വിദ്യാഭ്യാസമെന്ന് നമുക്കറിയാം. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വാചകമാണ് ജ്ഞാനം. എന്താണ് വാല്യുബിളായ ഒന്ന്, വിലപിടിപ്പുള്ള ഒന്ന്? ഓരോ കാലങ്ങളിലും അതിന് വ്യത്യാസമുണ്ട്. ചില കാലങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത് സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. ബ്ലാക്ക് ഗോൾഡ് എന്നായിരുന്നു കുരുമുളകിനെ പറഞ്ഞിരുന്നത്. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ഭൂമി വിലപിടിപ്പുള്ള ഒന്നായി മാറി. സാമ്പത്തിക ഇടപാടുകളുടെ ഒരു ഉപാധി മാത്രമായിരുന്ന കറൻസി ഒരു കാലത്ത് വിലപിടിപ്പുള്ള ഒന്നായി മാറി. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് നാം തിരിച്ചറിഞ്ഞു. ഡിജിറ്റൽ മണി വിലപിടിപ്പുള്ള ഒന്നായി പല ആളുകളും കരുതുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്നലെ വിലപിടിപ്പുണ്ടായിരുന്ന പലതിനും ഇന്ന് വിലയില്ലാതായി മാറുന്നുണ്ട്. നമ്മുടെയൊക്കെ ആലോചനകളാണ്. നാളെ ചിലതിനൊക്കെ വിലയുണ്ടാകുമെന്ന് കരുതി സമ്പത്ത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ എല്ലാ കാലവും ഒരുപോലെ വിലപിടിപ്പുള്ള ഒന്നാണ് ജ്ഞാനം. അജ്ഞാനം എന്നുള്ളത് കേവലമായ വിദ്യാഭ്യാസമല്ല, അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ജ്ഞാനമാണ്. അറിവാണ്, പക്ഷേ അത് ദൈവികവുമാണ്. എത്രയോ അറിവുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഭൂമിയിൽ, അതെല്ലാം ദൈവികമായിട്ടുണ്ടോ? ആളുകളെ കൊള്ളയടിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടാനാണ് ചില നേരങ്ങളിൽ കാർ ഉപയോഗിക്കുന്നത്, തട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ മനുഷ്യന് സുഗമമായി യാത്ര ചെയ്യുവാനുള്ളൊരു ഉപാധിയായിട്ടല്ലേ അത് കണ്ടുപിടിച്ചത്? ഒരു കുടുംബത്തിന് വളരെ പെട്ടെന്ന് യാത്ര ചെയ്യുവാനുള്ള ഒരു വാഹനമായിരുന്നു മോട്ടോർ സൈക്കിൾ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ അത് മാല അപഹരിക്കുന്നതിനുള്ള ഒരു വാഹനമായി ചിലരെങ്കിലും ഉപയോഗിക്കുന്നില്ലേ? മാധ്യമങ്ങൾ അഥവാ നൂതന ദൃശ്യ സാങ്കേതിക വിസ്മയങ്ങൾ മനുഷ്യൻ്റെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അഥവാ വിനോദത്തിന് വേണ്ടി, വിജ്ഞാനം വിപുലീകരിക്കുന്നതിന് വേണ്ടി കണ്ടുപിടിച്ചൊരു ഉപാധിയായിരുന്നില്ലേ? എന്നാൽ അത് പലപ്പോഴും പലരുടെയും വാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്, പലരെയും ഇകഴ്ത്തുന്നതിന് വേണ്ടിയുള്ളൊരു ഉപാധിയായി മാറിയിട്ടില്ലേ? അത് മാത്രവുമല്ല, ചില മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി മാറിയിട്ടില്ലേ ചില മാധ്യമങ്ങളൊക്കെ?
അപ്പോൾ അറിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ദൈവീകമായി ഉപയോഗിക്കുവാൻ കഴിവില്ലാത്തിടത്തോളം അല്ലെങ്കിൽ സാധ്യമാകാത്തിടത്തോളം കാലം ആ അറിവൊക്കെ വെറുതെയാണ്. ജ്ഞാനം എന്നുള്ള വാക്ക് ദൈവീകമാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അറിവ്. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരുന്നു ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ പറയുന്നുണ്ട്, ഐൻസ്റ്റീൻ്റെ ഏറ്റവും വലിയ സിദ്ധാന്തം E=mc². പ്രപഞ്ചത്തിലെ വലിയൊരു ഊർജത്തെ സംബന്ധിച്ചുള്ള ഒരു സമവാക്യമായിരുന്നു അത്. എന്നാൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ച ഈ സമവാക്യം പോലും എത്രയോ മോശമായ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുകയും പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യപ്പെട്ടു എന്ന് ലോകം കാണുന്നുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ശാസ്ത്രലോകം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐൻസ്റ്റീൻ പറഞ്ഞ മഹത്തരമായൊരു വാചകമുണ്ട്: മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്. സയൻസ് വിതൗട്ട് റിലിജിയൻ ഈസ് ലെയിം. മുടന്തനാണ്. ദൈവമില്ലാത്ത ശാസ്ത്രം എന്തി വലിഞ്ഞേ നടക്കുകയുള്ളൂ എന്ന്. അതാണ് ആ പറഞ്ഞതിൻ്റെ സാരം. മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്. അതുപോലെ തന്നെ ആനുപാതികമായി പറയുന്നുണ്ട്, ശാസ്ത്രമില്ലാത്ത മതത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ശാസ്ത്രമില്ലാത്ത മതം ബ്ലൈൻഡ്, അന്ധമാണെന്ന് പറയുന്നുണ്ട്. ദൈവത്തോട് ചേരാതെ ഒരറിവും പൂർണ്ണമാകുന്നില്ല. നാമൊക്കെ വിദ്യാഭ്യാസം ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും വിദ്യാഭ്യാസത്തെ കൊണ്ട് വലിയ കാര്യങ്ങൾ ലക്ഷ്യമിടുന്ന ആളുകളുമാണ്. അടിസ്ഥാനപരമായി ദൈവത്തെക്കുറിച്ചുള്ള അവബോധമില്ലാത്ത ഒരറിവും ലോകത്തിന് ഗുണകരമാകുന്നില്ല, ദൈവീകമാകുന്നില്ല. ചിലരൊക്കെ പഠിച്ച് പടവുകൾ കയറിപ്പോകും. പക്ഷേ അതിൽ നിന്നും ദൈവത്തിന് എന്ത് കാര്യം അല്ലെങ്കിൽ ദൈവത്തിന് എന്ത് ഗുണമെന്ന ചോദ്യം അപ്രസക്തമായി പോകാറുണ്ട് ചില നേരങ്ങളിലെങ്കിലും. അതുകൊണ്ട് ജ്ഞാനം ദൈവികമായ ഒരു ബോധത്തിൻ്റെ ഭാഗമാണ് എന്ന് സഭാപ്രസംഗി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ ഭാഗം ആദ്യം വായിച്ചത്, ചത്ത ഈച്ച തൈലക്കാരൻ്റെ സുഗന്ധം നാറുമാറാക്കുന്നു. ഒരു വലിയ പാത്രത്തിൽ പെർഫ്യൂം എടുത്ത് വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഉദാഹരണമാണ്. അതിലൊരു ചെറിയ ഈച്ച ചത്ത് കിടക്കുമ്പോൾ പിന്നീട് അവശേഷിക്കുന്നതായ മുഴുവൻ ഈ സുഗന്ധവും നിഷ്പ്രയോജനമാകുന്നു എന്ന് മാത്രമല്ല, ദുർഗന്ധമാകുന്നു. ആർക്കും ഉപയോഗിക്കുവാൻ സാധിക്കുന്നില്ല. സുഗന്ധം തേടി ആളുകൾ സഞ്ചരിക്കാറുണ്ട്, വരാറുണ്ട്. പക്ഷെ ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ സുഗന്ധം അനുഭവിക്കുമ്പോൾ ആളുകൾ വഴിമാറിപ്പോകുന്നു. എത്ര വലിയ ക്വാണ്ടിറ്റിയാണ്! വലിയൊരു പാത്രത്തിലെ ഒരു സുഗന്ധം ചെറിയ ഒരു ഈച്ചയ്ക്ക് നശിപ്പിക്കുവാൻ സാധിക്കുന്നു. ലോകത്തിലൊരു തത്വമുണ്ട്, അതിപ്രകാരമാണ്: സുഗന്ധവും വെളിച്ചവും ആർക്കും ഒളിച്ചു വെക്കാനാകില്ല. പ്രകാശവും സുഗന്ധവും ആർക്കും മറച്ചു വെക്കാനാകില്ല. സുഗന്ധം പൂശി ഞാൻ ഈ വഴിയെ നടന്നാൽ എനിക്ക് മുമ്പിൽ ആരും ചെണ്ട കൊട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധം ദാ വരുന്നേ, ഏറ്റവും നല്ല സുഗന്ധം അനുഭവിക്കണമെങ്കിൽ ഇറങ്ങി വായി, ആരോടും വിളിച്ചു പറയേണ്ട കാര്യമില്ല. അത് സ്വാഭാവികമായും ആളുകൾ അറിഞ്ഞുകൊള്ളും. പ്രചരണങ്ങൾ ആവശ്യമൊന്നുമില്ല സുഗന്ധങ്ങൾക്ക്. പ്രചരണങ്ങൾ ആവശ്യമുള്ളതെല്ലാം പരസ്യങ്ങൾക്കും കച്ചവടങ്ങൾക്കുമാണ്. പ്രകാശത്തിനും അതുപോലെ തന്നെയാണ്. ഒളിച്ചു വെക്കാൻ സാധിക്കുകയില്ല. അതെത്ര ഒളിച്ചു വെച്ചാലും സമൂഹം അറിയുകയും അതിനെ ആവാഹിക്കുകയും അല്ലെങ്കിൽ ആദരിക്കുകയും ചെയ്യുമെന്നുള്ളത് ഒരു വസ്തുതയാണ്, സത്യമാണ്. സുഗന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഈ ഒരു ചിത്രം മനുഷ്യൻ്റെ മനസ്സിലേക്ക് ജ്ഞാനിയായ ശലോമോൻ രാജാവ് വരച്ചിടുകയാണ്. നിങ്ങളിൽ സുഗന്ധമുണ്ട്. ആ സുഗന്ധത്തെ ഒരു ചത്ത ഈച്ചയ്ക്ക് പോലും അപഹരിക്കുവാനായി സാധിക്കും. വളരെ നിസ്സാരമായ ചെറിയ ഒരു ന്യൂനത മതി നിങ്ങളുടെ വലിയ സുഗന്ധത്തിൻ്റെ ഭംഗിയെ കെടുത്തിക്കളയുവാനെന്നാണ് ശലോമോൻ രാജാവ് പറയുന്നത്. സുഗന്ധങ്ങൾ നിർമ്മിക്കുന്ന ശാലകളുണ്ട്, പെർഫ്യൂമറി. അവിടെ പോകുന്ന ആളുകൾ, പണി ചെയ്യുന്ന ആളുകൾക്ക് പോലും വല്ലാത്ത സുഗന്ധമാണ്. അവർ പണി ചെയ്തിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പോലും അവർ സ്പ്രേ അടിക്കേണ്ട കാര്യമില്ല. അത്രമാത്രം സുഗന്ധമാണ് അവർക്കുള്ളത്. പെർഫ്യൂമറികളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു കാര്യം ചെറിയൊരു ജലാംശം പോലും അതിൽ വീഴാതിരിക്കാനായിട്ടാണ്. ജലം വളരെ നല്ലതാണ്, പക്ഷേ ചെറിയൊരു അംശം പോലും അതിൽ പറ്റിക്കഴിഞ്ഞാൽ
അത് ചീത്തയായി പോകും. വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് നാം. മഴക്കാലത്ത് വാഹനങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന ദുർഗന്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, വസ്ത്രങ്ങളിലാണെങ്കിൽ പോലും ജലാംശം അത് വിപരീതമായി പ്രവർത്തിക്കുകയാണ് എങ്കിൽ സുഗന്ധങ്ങൾക്ക് പകരം ദുർഗന്ധമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വലിയൊരു അളവിലുള്ള നമ്മുടെ മഹത്വത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ചെറിയൊരു ജീവിക്ക് സാധിക്കുമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അത് തിരിച്ചറിയുവാനും സംരക്ഷിക്കേണ്ടതുണ്ട്. അലസമായി നടക്കുന്ന ഒരാൾ ചത്ത ഈച്ചയല്ലേ അതിൽ കിടന്നോട്ടെന്ന് വിചാരിച്ചാലോ അതൊരു ബോധമാണ്. ബോധമുള്ള ആളുകൾക്കേ അത് തിരിച്ചറിയാൻ സാധിക്കൂ. വൃത്തിബോധം. ചോറിൽ ഒരു ഈച്ച കിടന്നാൽ അത് വാരിക്കളഞ്ഞിട്ട് കഴിക്കുന്ന ആളുകളുമുണ്ട്, അത് അപ്പാടെ നിരസിക്കുന്ന ആളുകളുമുണ്ട്. അതവരുടെ ബോധമാണ്. ചായയിൽ ഒരു ഈച്ച കിടന്നാലും പണ്ട് ഒരു 10, 15, 20 വർഷമൊക്കെ മുമ്പ് ചായപ്പീടികളിലൊക്കെ പോയിരിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ പണിക്കാരായ ആളുകൾ ചായ കുടിക്കുമ്പോൾ വല്ല പൊടിയോ ചിലപ്പോൾ ഒരു ഈച്ചയായിരിക്കാം കണ്ടു കഴിഞ്ഞാൽ അവർ യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ എടുത്തു കളഞ്ഞിട്ട് കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് അവരുടെ വൃത്തിബോധത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിനെ നിങ്ങൾ എങ്ങനെ സമീപിക്കുന്നു അതിനനുസരിച്ചേ അത് മാറ്റപ്പെടുകയുള്ളൂ. അതൊരു വൃത്തിബോധത്തിൻ്റെ ഭാഗമാണ്. മദ്യപാനം എന്നുള്ളത് ചിലരൊക്കെ വലിയ മഹത്വീകരിച്ച് പറയാറുണ്ട്. ഒരു സോഷ്യൽ ഡ്രിങ്കിങ്ങിൻ്റെ ഭാഗമാണെന്ന് പറയും. അതിനെ ഒട്ടും മോശമായി ചില ആളുകൾ കാണാൻ സാധിക്കുന്നില്ല. മണിക്കൂറുകളോളം തർക്കിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊരു സോഷ്യൽ ഈവിളാണെന്ന് സ്ഥാപിക്കാൻ പോലും അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അവസാനം മദ്യപാനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ പറയുമ്പോഴാണ് അല്പമെങ്കിലും അവർക്ക് ഉത്തരം മുട്ടിപ്പോകുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ബോധത്തിൻ്റെ ഭാഗമാകണം. അന്യായമായ ചില വാക്കുകൾ, ഭാഷണങ്ങൾ, ചില ആളുകൾക്ക് നാവിന് നിയന്ത്രണമില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരത് തെറ്റാണെന്ന് സമ്മതിക്കുകയില്ല. ഇതിലെന്താണ് ഇത്ര വലിയ കാര്യം? പരസ്പരം കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയണ്ടേ? എന്തെങ്കിലുമൊക്കെ പറയാതിരുന്നാൽ നാം എങ്ങനെയാണ് ഒരു മനുഷ്യജീവിയായി മാറുന്നത് എന്നൊക്കെയായിരിക്കും അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് അതൊരു വൃത്തിബോധത്തിൻ്റെ ഭാഗമാണ്. വായിൽ നിന്ന് വീഴുന്ന മോശപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് നാം എടുക്കുന്നതായ ദുശീലങ്ങളുടെ ചില ശീലങ്ങൾ, ചില ഭാഗങ്ങൾ, ഇതൊക്കെ നമ്മുടെ അവബോധത്തിൻ്റെ ഭാഗമായെങ്കിൽ മാത്രമേ അത് ചത്ത ഈച്ചയാണെന്ന് നമുക്ക് തിരിച്ചറിയാനും എടുത്തു കളയാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ബോധമില്ലാത്തിടത്തോളം കാലം അത് നമ്മെ ഒരിക്കലും അലട്ടാറല്ല തന്നെ. അതൊരു പ്രയോഗമാണ് ചത്ത ഈച്ച എന്നുള്ളത്. എല്ലാ കഴിവുകളുമുള്ള ഒരാളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു ചെക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ നന്നായി പാടും, നന്നായി പഠിക്കും, നന്നായി അധ്യാപകരോട് ഇടപെടും. പക്ഷെ ഒരു ന്യൂനത മാത്രമേ ഉള്ളൂ. ചില നേരങ്ങളിൽ അവന് കോപമുണ്ടാകുമ്പോൾ, അതെപ്പോഴുമില്ല, വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ, അവൻ മാതാപിതാക്കളുടെ മുമ്പിൽ മാത്രം, മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും മുഖത്ത് തുപ്പാറുണ്ട്. എത്ര മോശമായൊരു ശീലമാണെന്ന് നമുക്കിത് കേൾക്കുമ്പോൾ തോന്നാം. എല്ലാം വളരെ നല്ലതാണ്, എല്ലാം അഭിനന്ദിക്കപ്പെടേണ്ട ഒന്നാണ്. അതിനെക്കുറിച്ച് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് പഠിക്കുന്നവരും അവരുടെ ഭവനാന്തരീക്ഷത്തെക്കുറിച്ച് വിലയിരുത്തുന്നവരുമായ ആളുകളൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരല്പം ശ്രദ്ധയോടെ നാം കേൾക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഭവനാന്തരീക്ഷങ്ങളൊക്കെ മെച്ചപ്പെടുത്താനത് സാധിക്കും. ഇവനിൽ ഇങ്ങനൊരു ശീലം എങ്ങനെ ഉണ്ടായി എന്നവർ അന്വേഷിച്ചു. ഇവൻ്റെ വലിയമ്മ എന്ന് പറയുന്ന അമ്മച്ചി ഇതുപോലെ എപ്പോഴുമില്ല, എല്ലാം നല്ല സ്വഭാവമാണ്, ചില നേരങ്ങളിൽ എന്തെങ്കിലും അരുതാഴ്മകളുടെ സന്ദർഭങ്ങളിൽ മോശമായ വാക്കുകൾ ഉച്ചരിക്കാറുണ്ട്. ഈ ഒരു ശീലത്തിൻ്റെ ഭാഗമാണ് ഈ കുട്ടിയും പ്രദർശിപ്പിച്ചത് എന്നാണ് വിവരിക്കപ്പെട്ടത്. അവന് പറയാൻ സാധിക്കുന്നില്ല, മറിച്ച് അവന് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം അത് തുപ്പുക എന്നുള്ളതാണ്. എത്ര മനോഹരമായ ജീവിത സാക്ഷ്യമുള്ള ആളുകൾ പോലും ചില നേരങ്ങളിൽ വളരെ നിസ്സാരമായ, അത് ജീവിതത്തിൻ്റെ മണിക്കൂറുകളിൽ അതിനെത്ര സമയം വേണം ആലോചിച്ച് നോക്കുക. വളരെ ചുരുക്കം ചില നേരങ്ങളിൽ നമ്മളിൽ ഉണ്ടാകുന്ന ചത്ത ഈച്ചകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭംഗി മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുകയാണ്. അതുകൊണ്ട് വളരെ ചെറിയൊരളവിൽ, ചെറിയൊരു പ്രാണി, അതിനെക്കുറിച്ച് നമുക്ക് മറന്നു കളയാം എന്ന് ചിന്തിക്കാതെ ഓർക്കുക, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സുഗന്ധം മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാണ്. അതുകൊണ്ട് ജീവിതമാകുന്ന വലിയൊരു ക്യാൻവാസ്, മനോഹരമായൊരു പടമാണ് നാം. അതിലേതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ
ഏതെങ്കിലും മോശപ്പെട്ട ഒന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് അവഗണിക്കാതിരിക്കാം. പക്ഷേ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, ഒരിക്കലും അവഗണിച്ച് കടന്നു പോകരുത്. അത് നിങ്ങളുടെ ജീവിതം മുഴുവൻ നാറുമാറാക്കുന്നു, ദുർഗന്ധം വമിപ്പിക്കുന്നു. നോമ്പ് നോക്കുന്ന ആളുകളൊക്കെയാണ് നാം. നോമ്പ് നോക്കുമ്പോൾ ചില ആളുകളെങ്കിലും ഒരു ഒഴികഴിവ് പറയുന്നത് ഇപ്രകാരമാണ്: അറിയാതെ കഴിച്ചുപോയി. നോമ്പ് മനസ്സിൻ്റെ ഒരു ധാരണ എന്നല്ല, ഒരു ദൃഢതയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. അതിലേക്ക് നാം വളരെ ധൈര്യത്തോടു കൂടി പ്രവേശിക്കുകയാണ്. ചില ആളുകളൊക്കെ ഒഴികഴിവ് പറയുന്നത് അറിയാതെ കഴിച്ചുപോയി. സാഹചര്യങ്ങൾ വന്നപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ കുമ്പസാരമൊന്നുമല്ല, അതുകൊണ്ട് വാർപ്പൊക്കെ ആയിരുന്നു, പണി കൂടുതലുണ്ടായിരുന്നു, അവരുടെ കൂട്ടത്തിലിരുന്ന് അറിയാതെ കഴിച്ചുപോയി എന്ന് പറയുമ്പോൾ അതൊരു ചത്ത ഈച്ച തന്നെയാണ്. ഒരിക്കലും സാഹചര്യങ്ങൾ നിങ്ങളെ മലിനപ്പെടുത്തി എന്ന് പരാതി പറയരുത്. ബുദ്ധ ഫിലോസഫി എന്ന ശ്രീബുദ്ധൻ്റെ അനുയായികൾ പ്രചരിപ്പിക്കുന്നതായ ഒരു സംഹിതയുണ്ട്, തത്വസംഹിത. അതിലിപ്രകാരമാണ് പറയുന്നത്: ഒരു താമരപുഷ്പത്തെ നോക്കുക, അതെത്ര മനോഹരമായി വിടർന്നു നിൽക്കുന്നു. ആ താമരപുഷ്പം കണ്ടു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെയും മുഖം പ്രസന്നമാകും. ഓരോ പ്രഭാതത്തിലും ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ ഊർന്നു വന്ന് അത് വിരിയും. ഓരോ സായന്തനങ്ങളിലും അത് കൂമ്പി അടയും. അത് കാണുമ്പോൾ അതിൻ്റെ മുഖം സൂര്യന് നേരെ പ്രകാശിതമായിരിക്കുന്നു. അതിനെ കാണുന്നവർക്ക് സന്തോഷമുണ്ടാകുന്നു. പക്ഷേ അതിനെ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതെത്രമാത്രം മോശപ്പെട്ട സാഹചര്യത്തിലാണ് വേരുകൾ ആഴ്ത്തി നിൽക്കുന്നത് എന്ന് നാം ചിന്തിച്ചിട്ടില്ല. മനോഹരിയായ ഒരു താമരപുഷ്പം നിൽക്കുന്നത് ഏറ്റവും മാലിന്യവും ചെളിയും വൃത്തികേടുകളും നിറഞ്ഞ ഒരു കുളത്തിൻ്റെ അടിത്തട്ടിലാണ് വേരുകൾ ആഴ്ത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സാഹചര്യങ്ങളെ പഴി പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പോരായ്മകളൊക്കെ ഉണ്ട്, അതൊക്കെ മറന്നു കളയാമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നിസ്സാരമായ ഒരു തെറ്റുപോലും ഗൗരവമായി പരിഗണിക്കണം. അങ്ങനെ പരിഗണിക്കപ്പെടാത്ത സാഹചര്യങ്ങളൊക്കെ കണ്ടേക്കാം. റോഡിൽ കൂടി ഓടുന്ന ബസ്, പഴയ കാലത്തെ ബസ്സുകൾ, ബസ്സിൻ്റെ മേൽക്കൂരയൊക്കെ ഒന്ന് പൊളിഞ്ഞു പോയാലോ, ഒരൽപ്പം ചോർന്നാലോ, നാം ഒക്കെ നനഞ്ഞാലോ നാം അതൊക്കെ സഹിക്കും. അതൊരു ഗുരുതരമായ കാര്യമല്ല. എന്നാൽ ഗൗരവമായി പരിഗണിക്കപ്പെടുന്ന നിസ്സാരമായ കാരണങ്ങൾ പോലുമുണ്ട് എന്ന് തിരിച്ചറിയുക. വലിയ വലിയ തെറ്റുകളൊക്കെ സംഭവിച്ചേക്കാം, അതൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഒരു റോഡിൽ കൂടി ഓടുന്ന ബസ്സിൻ്റെ മേൽക്കൂര പൊളിഞ്ഞ് മഴ നനഞ്ഞ് ആളുകൾ പണ്ട് കാലങ്ങളിൽ സഞ്ചരിച്ചിരുന്നത് പോലെ ആണോ? ചെറിയൊരു ഹോള്, കിഴുത്ത പോലും ആകാശത്തിൽ കൂടി ഓടുന്ന ഒരു യാനത്തിന് സഹിക്കാൻ സാധിക്കുകയില്ല, അതിനെ അവഗണിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഓരോ തെറ്റിനും അതതിൻ്റേതായ ഗൗരവമുണ്ടെന്ന് തിരിച്ചറിയുക. ചില തെറ്റുകളൊക്കെ നമുക്ക് എത്ര വലുതാണെങ്കിലും വളരെ പെട്ടെന്ന് ക്ഷമിക്കാം, അവഗണിക്കാം. ജീവിതമെന്ന വലിയ ഫ്രെയിമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഓർമ്മിപ്പിക്കുകയും സൂചിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യം, നിങ്ങളൊരു സുഗന്ധവാഹിയാണ്. നിങ്ങളിൽ ഒരു ചത്ത ഈച്ച വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും നിങ്ങളുടെ അരികിലേക്ക് വരികയില്ല, തിരിഞ്ഞു നോക്കുകയില്ല. ആ തൈലം മുഴുവൻ നാറുമാറാക്കുകയാണ്. ആലോചിക്കുക ജീവിതത്തെപ്പറ്റി ആലോചിക്കുക. ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പോരായ്മകൾ വലുതുണ്ട്, ചെറുതുണ്ട്, നമുക്ക് അവഗണിച്ച് കളയാവുന്നതുണ്ട്. എന്നാൽ അവഗണിക്കാൻ പാടില്ലാത്ത ചിലതിനെ അവഗണിക്കുവാൻ നമുക്കിടയാകും. വേദപുസ്തകമൊക്കെ പരോക്ഷമായിട്ടൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ പത്രോസ് ചത്ത ഈച്ചയെ എടുത്ത് കളഞ്ഞു എന്നും യൂദ ചത്ത ഈച്ചയോടുകൂടി ചത്തുപോയി എന്നും പറയാറുണ്ട്. എടുത്ത് കളഞ്ഞവന് വിശുദ്ധി പ്രാപിക്കുവാൻ സാധിച്ചു, എടുത്ത് കളയാത്തവൻ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു, പക്ഷെ അവൻ്റെ പേര് ഇന്നും അധമന്മാരുടെ പട്ടികയിലാണ്. അവൻ്റെ പേരിനൊരു ഉയർച്ചയുണ്ടായിട്ടില്ല, അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. തിരുത്താൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ പേരിന് പോലും ഒരു ഉയർച്ചയുണ്ടാകും. അതുകൊണ്ട് പാപം ജീവിതത്തിലുണ്ട്, ആ പാപത്തിൽ നാം മരിച്ചു പോകുവാൻ ഇടയാകരുത്. അനുതാപത്തിൻ്റെ ഗീതമായ കരുണക്കടലെ എന്ന ഗീതത്തിൽ ഈ ഒരു വാചകം അടങ്ങിയ ഗീതം ഏറ്റവും നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. എൻ പാപത്തിൽ ഞാൻ ചാകാൻ ഇടയാകരുതയ്യോ നാഥ
എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിടും നീ. അതുകൊണ്ട് പാപത്തിൽ ചത്തുപോയാൽ നമ്മുടെ പേര് പോലും നഷ്ടപ്പെട്ടു. കാലങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ പേരുകൾ ആ ഒരു കരിമ്പട്ടികയിലായിരിക്കും. ആരും ഒരു നല്ല മനസ്സോടുകൂടി നമ്മെ ഓർക്കുകയില്ല എന്നുള്ളത് അത്ര ഗുരുതരമായൊരു ഭവിഷ്യത്തായി തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതം സുഗന്ധപൂരിതമാക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ആദ്യ ഭാഗം നമ്മെ ഉപദേശിക്കുന്നത് എന്ന് ഇന്ന് നാം ശാന്തമായി ധ്യാനിക്കുക. അതുകൊണ്ട് അറിവിനെക്കുറിച്ചും അതിനേക്കാൾ ഉപരിയായ ജ്ഞാനത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഒരു വേദഭാഗം ഇപ്രകാരം നമുക്ക് വായിക്കുവാനായി സാധിക്കും. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമനാകുന്നു. കുറവുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ഒന്നും ചെയ്യേണ്ട. അത് സമൃദ്ധമായി ജ്ഞാനം നൽകി നികത്തുന്ന ദൈവത്തോട് യാചിച്ചാൽ, പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ജീവിതത്തിലെ ചത്ത ഈച്ചകൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭാഗം രണ്ടാമതായി ഓർമ്മിപ്പിക്കുന്നു, ജ്ഞാനിയുടെ ബുദ്ധി അവൻ്റെ വലത് ഭാഗത്തും മൂഢൻ്റെ ബുദ്ധി അവൻ്റെ ഇടത് ഭാഗത്തും ഇരിക്കുന്നു. ഇടത് ഭാഗവും വലത് ഭാഗവും മതങ്ങളിൽ മാത്രമല്ല, സംസ്കാരങ്ങളിലും രാഷ്ട്രീയങ്ങളിലുമൊക്കെ ഈ ഇടത് വലത് വേർതിരിവ് വളരെ വ്യക്തമാണ്. വിപ്ലവങ്ങളുടെയൊക്കെ കഥ പറയുന്ന ഫ്രാൻസിൽ 18-ാം നൂറ്റാണ്ടിലാണ് ഈ ഇടതെന്നും വലതെന്നും പറയപ്പെടുന്ന രണ്ട് ചേരികൾ വളരെ വ്യക്തമായി അവതരിപ്പിച്ചത്. നമ്മുടെ ചിന്തകളോട് ഒരല്പം ചേർന്ന് നിൽക്കുന്ന ഒരാശയമായതുകൊണ്ട് അത് സൂചിപ്പിച്ചുകൊള്ളട്ടെ. വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത് എതിർപ്പുകൾ ഉണ്ടാകുമ്പോഴാണ്. കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിന് എതിരായി ചില ആളുകൾ സമരമുണ്ടാക്കിയാൽ അതിനെ വിപ്ലവമെന്ന് പറയും. അവർക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ, അവരെ രാജസദസ്സിൽ ഇരുത്തിയേ മതിയാവുകയുള്ളൂ. എവിടെയാണ് അവരെ ഇരുത്തേണ്ടത്? രാജാവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളെ രാജാവിൻ്റെ വലത് ഭാഗത്താണ് ഇരുത്തുന്നത്. രാജാവിനെ എതിർത്തിരുന്നവരും എന്നാൽ ഒരു പ്രസ്ഥാനത്തിൽ അംഗങ്ങളായിട്ടുള്ളവരും അവരെ ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത നിലയിലുള്ളവരുമായ ആളുകളെ ഇടത് ഭാഗത്താണ് ഇരുത്തിക്കൊണ്ടിരുന്നത്. അത് ഈ രണ്ട് ഭാഗങ്ങൾക്കും വ്യക്തമായ രണ്ട് പേരുകൾ പോലും പറഞ്ഞിരുന്നു. പാർട്ടി ഓഫ് മൂവ്മെൻ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ പ്രസ്ഥാനങ്ങളിൽ എപ്പോഴും ചലനാത്മകമായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ, ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ, പരിവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് നിരന്തരം മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന ആളുകൾ, ഈ പിന്തുടർന്നു വരുന്ന ശൈലികളെ എതിർത്തുകൊണ്ടിരുന്ന ആളുകൾ, അവർ പാർട്ടി ഓഫ് മൂവ്മെൻറ്റ്, അവർ ഇടത് ഭാഗത്തിരിക്കുമായിരുന്നു. എന്നാൽ രാജാവിനെ എപ്പോഴും അനുകൂലിക്കുന്ന ആളുകൾ, ഈ ഒരു പൊതുസഭ കൂടുമ്പോൾ രണ്ടു കൂട്ടരെ ഒരുമിച്ചിരുത്തി കഴിഞ്ഞാൽ ആകെ ശബ്ദായമാനമായ സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക. രാജാവിനെ അനുകൂലിക്കുന്ന ആളുകളെ വലത് ഭാഗത്തിരുത്തുമായിരുന്നു. അവരെ വിളിച്ചിരുന്ന പേര് പാർട്ടി ഓഫ് ഹോണർ എന്നാണ്. രാജാവ് അവരെ ബഹുമാനിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ സൂചിപ്പിച്ചത്. എങ്കിൽ പോലും അതിൽ മതപരമായ ചില എലമെൻറ്റ്സ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വലത് ഭാഗത്തിരിക്കുന്ന ആളുകൾ ആദരിക്കപ്പെടുന്ന ആളുകളാണ്, പാർട്ടി ഓഫ് ഹോണർ. സംസ്കാരങ്ങളിലുണ്ട് ഇടത് വലത് വ്യത്യാസം, ഭാഷയിലുണ്ട്, എഴുതുന്നതിലുണ്ട് ഇടത് വലത് വ്യത്യാസം, ഇടത്തു നിന്നും വലത്തേക്ക് എഴുതുന്ന ഭാഷകളുണ്ട്. അറമായ ഭാഷ, അറബി, ഹീബ്രു, ഉറുദു, പാഴ്സി, ഇതൊക്കെ ഇടത്തു നിന്നും വലത്തേക്ക് എഴുതുന്ന ഭാഷകളാണ്. നാം നിലനിൽക്കുന്ന ഭാരതത്തിലെ ഒട്ടുമിക്ക ഭാഷകളും ഇടതു നിന്നും വലത്തേക്ക് എഴുതുന്ന ഭാഷകളാണ്. ഈ രണ്ടിനും അതതിൻ്റേതായ ന്യായീകരണങ്ങളുണ്ട്. രണ്ടും ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ നിർവചനങ്ങളിൽ ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. നാം പറയുന്നു, നാം ആരംഭിക്കുന്നത്
ഇടതു നിന്നാണെങ്കിലും നമ്മുടെ ലക്ഷ്യം വലത്തേക്കാണ്. എന്നാൽ ഇടതു നിന്ന് എഴുതുന്ന ഭാഷകൾ, വലതു നിന്ന് എഴുതുന്ന ഭാഷകൾ പറയും അത് വലതു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ആരംഭിക്കുന്നു, അതിൻ്റെ തുടക്കം വലതു നിന്ന് ആണ് എന്ന്. ഈ രണ്ട് ചിന്തകളും, ഇടത് വലത് എന്നുള്ളത് വലതിന് പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളത് സംശയലേശമന്യേ നാം മനസ്സിലാക്കുന്നതാണ്, വിശ്വാസപരമായി ചിന്തിക്കുകയാണെങ്കിൽ പോലും. സ്തേഫാനോ സഹദായുടെ ജീവിതം അപ്പോസ്തല പ്രവൃത്തികളുടെ ഏടുകളിൽ എഴുതി കാണിക്കുമ്പോൾ ഏറ്റവും ഒടുവിലായി സ്തേഫാനോസ് കല്ലെറിയപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നതായ ആ ധന്യ നിമിഷങ്ങളിൽ 7-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 55-ാം വാക്യത്തിൽ അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി, ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നുവെന്നവൻ പറഞ്ഞു. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും കാണുന്നുണ്ട്. വിശ്വാസപരമായി വലത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന യാചിക്കേണ്ടും സമയമിത എന്ന പാട്ടിന് ശേഷം ദർഗായിലേക്ക് പുരോഹിതൻ പ്രവേശിച്ച് പ്രാർത്ഥനകൾ നടത്തി ശ്വാസപ്പാവ് ഉയർത്തിയതിന് ശേഷം പറയുന്ന ആദ്യ ആഹ്വാനം, നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് പുത്രൻ തമ്പുരാൻ ഉപവിഷ്ടനായിരിക്കുന്ന സ്ഥാനങ്ങളിലായിരിക്കണം. നമ്മുടെ വിചാരങ്ങൾ ദൈവം ഹോണർ ചെയ്യുന്ന, ആദരിക്കുന്ന ഇടത്ത് തന്നെ ആയിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വലത്തിന് ദൈവശാസ്ത്രപരമായ, വിശ്വാസപരമായ പ്രാധാന്യമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ജ്ഞാനിയായ ശലോമോൻ എന്താണ് പറയുന്നത്? മൂഢൻ്റെ ബുദ്ധി അവൻ്റെ ഇടത് ഭാഗത്തും ജ്ഞാനിയുടെ ബുദ്ധി അവൻ്റെ വലത് ഭാഗത്തും. എന്താണ് അപ്രകാരം പറയുന്നത്? അതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അന്ത്യന്യായവിധിയെക്കുറിച്ച് പറയുന്നതായ സന്ദർഭങ്ങളിൽ അവസാന സമയത്ത് മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരോടുകൂടി വരുമ്പോൾ ചെമ്മരിയാടുകളെ തൻ്റെ വലത്ത് ഭാഗത്തും കോലാടുകളെ തൻ്റെ ഇടത്ത് ഭാഗത്തുമായി നിർത്തുന്നു. അവരോട് പറയുന്നു, വലത് ഭാഗത്തുള്ളവരോടും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് മുമ്പായി നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുവീൻ. നമ്മുടെ ബുദ്ധി വലതിൻ്റേതായിരിക്കണം. വലതിൻ്റേതായിരിക്കണമെന്ന് പറഞ്ഞാൽ ദൈവത്തോടുകൂടി സ്വർഗരാജ്യം അവകാശിക്കുന്ന തരത്തിലേക്ക് ഉയർത്തപ്പെടേണ്ടവരാണ്. അതിനുള്ള കാരണം വീണ്ടും താഴേക്ക് നമുക്ക് ധ്യാനിക്കാവുന്നതാണ്. കർത്താവ് പറയുന്ന വാക്കുകൾ എത്ര ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നു. നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ജയിലിലായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടു. അപ്പോൾ എപ്പോഴാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്കിൽ പോലും അതിന് പറയുന്ന മറുപടി, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തതെല്ലാം നിങ്ങൾ എനിക്കാകുന്നു ചെയ്ത്. ഇതാണ് വലതിൻ്റെ ദൈവശാസ്ത്രം. നാം വലതിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ, നാം ദൈവത്തിന് ചെയ്തു എന്ന് പറയുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ മുമ്പിൽ വെച്ച് ചെയ്തു, ദൈവം കാണട്ടെ, ദൈവം സന്തോഷിക്കട്ടെ, എനിക്കൊരു മഹത്വം ഉണ്ടാകട്ടെ എന്നതല്ല. എന്താണ് വലത് ഭാഗത്തെ ബുദ്ധി എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആരോരുമില്ലാത്ത ആളുകൾക്ക് ചെയ്യുന്ന ജീവകാരുണ്യം, ചാരിറ്റിയാണ്. ദൈവത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നിങ്ങളെ വഴി നടത്തുന്ന വലിയൊരു ഗോവേണി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നില്ല അവൻ്റെ പേരിൽ ചെയ്തതായ വലിയ വലിയ പ്രാർത്ഥനകളാണെന്ന്, ഉപവാസം, അതൊന്നും ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അത് മാത്രവുമല്ല, വേറൊരു ഭാഗത്ത് നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു എന്ന് പറയുന്നു. അവിടെ പറയുന്ന മറുപടി എന്താണ്? ഞാൻ നിങ്ങളെ അറിയുന്ന പോലുമില്ല. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അരങ്ങിൽ എന്തോ ഒരു വെളിച്ചമായിരുന്നു, ആളുകളൊക്കെ രോഗം സൗഖ്യം ബാധിച്ചു. അരങ്ങിൽ പ്രഘോഷിപ്പിക്കപ്പെടുന്ന സുവിശേഷങ്ങൾക്കും അപ്പുറമായി ദൈവം നിങ്ങളെ വലത് ഭാഗത്തേക്ക് നിർത്തുന്ന ഏറ്റവും വലിയ നയനാനന്ദകരവും ഹൃദയ സന്തോഷമുളവാക്കുന്നതുമായ നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ, വലത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ മഹത്വകരമായ ആ നിമിഷമാണ്. വലത് ഭാഗത്തേക്ക് ചെമ്മരിയാടുകളെ മാറ്റി നിർത്തുന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതായ
നിമിഷമാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ധൈര്യത്തോടുകൂടി നമുക്ക് ഈ ഭാഗം ഇപ്രകാരം തിരിച്ചറിയുവാൻ സാധിക്കണം, വ്യാഖ്യാനിക്കുവാൻ സാധിക്കണം. ലോകം കാണുന്നതിന് വേണ്ടിയുള്ള പടപ്പുറപ്പാടുകളാവരുത് നമ്മുടെ സുവിശേഷങ്ങളൊന്നും. ലോകത്തിന് മുമ്പിൽ കാണിക്കുന്ന അരങ്ങുകളല്ല നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്, മറിച്ച് ആരും കാണാതെ നാം ചെയ്യുന്ന സത്കർമ്മങ്ങളാണ് ദൈവരാജ്യത്തിലേക്കും വലത്തിലേക്കും നമ്മെ കൊണ്ടുപോകുക. അതാണ് ബുദ്ധി, അതാണ് ജ്ഞാനം. ഭൂമിയിൽ ജീവിക്കുന്ന ബുദ്ധിമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യുന്നവരാണ് ബുദ്ധിമാൻ. 4 പേരെ കാണിക്കുവാൻ വേണ്ടി ദൈവവും ദൈവശാസ്ത്രവും ഉപയോഗിക്കുന്ന ആളുകളല്ല. കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ, മദർ തെരേസ എന്ന് ലോകം പറയും, മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ഒരു മഹത്ത് വനിത എന്നൊക്കെ ഒരുപാട് അലങ്കാരങ്ങൾ ചാർത്തുന്നതിനൊക്കെ അപ്പുറം കൊൽക്കത്തയിലെ മദർ താമസിച്ച സ്ഥലത്ത് പോയി കാണുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം അതുതന്നെയാണ്. വലിയ എടുപ്പുകളൊന്നുമില്ലാതെ വലിയ തിരക്ക് നിറഞ്ഞ കൊൽക്കത്തയിലെ പഴയൊരു സിറ്റിയാണ്. അവിടെ മദേഴ്സ് ഹൗസ്, അവിടെ പോയി ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ചൂണ്ടിക്കാണിച്ചു തരുന്നൊരു സ്ഥലമാണ്. മദേഴ്സ് ഹൗസിന് വെളിയിൽ ഒരു ഡോർബെല്ല് വെച്ചിട്ടുണ്ട്. ആ ഡോർബെല്ല് വെളിയിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും അമർത്താം. സന്ദർശകർക്ക് കയറിപ്പോകാം, മദറിൻ്റെ കബറിടവും മുറിയും ഒക്കെ കാണാം. ഡോർബെൽ ആർക്ക് വേണമെങ്കിലും അമർത്താം. പക്ഷെ ഏറെ അമർത്തുന്നത് ഒരു നിവൃത്തിയുമില്ലാത്ത ആളുകളാണ്, ഭക്ഷണമില്ലാത്തവർ, വസ്ത്രമില്ലാത്തവർ, ദരിദ്രരായ ആളുകൾ. അവർ ആ ഡോർബെൽ അമർത്തുമ്പോൾ അകത്ത് ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. ഉപവികളുടെ സഹോദരിമാർ, മിഷണറീസ് ഓഫ് ചാരിറ്റീസ്, അവർ താമസിക്കുന്ന സ്ഥലമാണ് അകത്ത്. അവർ പ്രാർത്ഥിക്കുകയും അവർ ജീവിക്കുകയും ചെയ്യുന്ന ഉള്ളകങ്ങൾ. അകത്തെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ സ്ക്രീനിൽ ഒരു വാചകം തെളിയും. വെളിയിൽ ഡോർബെല്ലിൽ ഒരു നിവർത്തികെട്ടവൻ വിരലമർത്തുമ്പോൾ അകത്തെ മുറിയിൽ ഉപവികളുടെ സഹോദരിമാർ ഒരുമിച്ച് താമസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സ്ക്രീനിൽ ഇപ്രകാരം തെളിയും: The Lord is waiting for you. The Lord is waiting for you. എന്ന് വെച്ചാൽ കർത്താവ് നിനക്ക് വേണ്ടി വെളിയിൽ കാത്തു നിൽക്കുന്നു. ഇതൊരു ചാൻസാണ്. ചാരിറ്റി ഈസ് എ ചാൻസ്. ഇതൊരു അവസരമാണ് സ്വർഗത്തിൽ പോകാനുള്ള. നമ്മെ തേടി വരികയാണ് ഒരാളെ സഹായിക്കാനുള്ള ഒരു അവസരം. അതുകൊണ്ട് നാം അങ്ങോട്ട് ചെയ്യുന്നതിന് മുമ്പായി ഇങ്ങോട്ട് തേടി വരുന്നതായ അവസരങ്ങളെ സ്വർഗരാജ്യത്തിൻ്റെ അവസരങ്ങളായി വിനിയോഗിക്കണമെന്നുള്ള പാഠങ്ങൾ നൽകിയ മഹത് വനിതകൾ താമസിച്ചിരുന്ന, ജീവിച്ചിരുന്ന നമ്മുടെയൊക്കെ പരിശുദ്ധ പിതാക്കന്മാർ, നാം ഇന്ന് ചവിട്ടി നിൽക്കുന്ന മണ്ണിലെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവചരിത്രമൊക്കെ നാം കേൾക്കുമ്പോൾ അത്താഴത്തിന് ഒരു നണി അരി പോലും ഇല്ലെങ്കിൽ പോലും പ്രാർത്ഥന മുടക്കരുത് എന്നൊരു ശാഠ്യമുണ്ടായിരുന്നു. നമുക്ക് ഭക്ഷണമില്ല എങ്കിൽ പള്ളിയിൽ വന്നു നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ വന്നു നിന്ന് വൈകുന്നേരം അത്താഴം കഴിക്കാൻ വകയില്ല. അന്ന് നാം പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും? മുഴുവൻ സമയവും ദൈവമേ എങ്ങനെയെങ്കിലും ഭക്ഷണം തരണമേ എന്നല്ലേ? ആ ചിന്തകളെ ആട്ടിപ്പായിക്കുവാൻ സാധിച്ചു. സുഹൃത ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് മാതൃകകളായി മുൻപിലുണ്ട് എന്ന് ഒരു നിമിഷം ഓർക്കുക. എന്താണ് സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നത്? ഇതാണ് ജീവിക്കുന്ന സുവിശേഷങ്ങളാണ്, അല്ലെങ്കിൽ ക്രിയാത്മകമായ സുവിശേഷമാണ്. അതല്ലാതെ അലങ്കാരങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് 4 പേർ കാണുക അവതരിപ്പിക്കപ്പെടുന്നതായ സുവിശേഷങ്ങളല്ല. വലതിൻ്റെ ദൈവശാസ്ത്രം ഇതാണ്, ശരിയായ ദൈവശാസ്ത്രം ഇതാണ്. നമുക്ക് സ്വർഗത്തിലേക്കുള്ള വാതായനമായി തീരുന്നത് ഇതാണ്. അതുകൊണ്ട് നമ്മുടെ വാങ്ങിപ്പോയവരെ കുറിച്ച് നാം പാടുന്നത് ഇപ്രകാരമാണ്: നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണമവർ വലഭ. സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നിന്റെ വലത് ഭാഗത്ത് കാണപ്പെടണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. അനുഷ്ഠാനപരമായി സങ്കീർത്തന പുസ്തകത്തിൽ 26-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു: സ്തോത്രസ്വരങ്ങൾ വർണ്ണിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളെ ഘോഷിക്കേണ്ടതിനും കുറ്റമില്ലായ്മയിൽ ഞാൻ എൻ്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വെക്കുന്നു. 26-ാം സങ്കീർത്തനം 6-ാം വാക്യം.
യഹോവയെ ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വെക്കുന്നു. ഇതൊരനുഷ്ഠാനം കൂടിയാണ്, വലത്തിൻ്റേത്. നമ്മുടെ പള്ളികളിലൊക്കെ റാസ നടക്കാറുണ്ട്. പ്രദക്ഷിണമെന്നാണ് അതിൻ്റെ ശരിയായ പ്രയോഗം. എന്താണിത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ദൈവവാക്യം ഇവിടെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചിന്ത മുഴുവൻ, അവൻ്റെ ബോധം മുഴുവൻ ബലിപീഠമാണ്. അവന് വേറെങ്ങും പോകാനില്ല, വേറൊന്നിനോടും സമരസപ്പെടാനുമില്ല. അതുകൊണ്ട് അവൻ ഉറക്കെ പാടുകയാണ്, ദൈവമേ ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. ആ യാഗപീഠത്തെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ബോധം. ഇതിൻ്റെ ഒരു എക്സ്പാൻഡഡ് ഫോമാണ് പ്രദക്ഷിണം. പള്ളിയെ കറങ്ങുകയാണ്, ഈ ദേവാലയത്തെ ചുറ്റുകയാണ്. ഞങ്ങളുടെ ഹൃദയം ദേവാലയം അല്പം കൂടി വ്യാപ്തമാക്കി ദേവാലയത്തിൻ്റെ സന്തോഷത്തിലും ശാന്തിയിലും അനുഗ്രഹത്തിലും, പെരുന്നാളൊക്കെ നടക്കുമ്പോൾ പെരുന്നാളിൻ്റെ അനുഗ്രഹത്തിൽ ഈ ദേശത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാം വലം വയ്ക്കുകയാണ്. പ്രദക്ഷിണമാണ്. വലത് ഭാഗത്തുകൂടി നാം, അത് അനുഷ്ഠാനപരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവമേ ഞാൻ നിന്റെ യാഗപീഠത്തെ വർണ്ണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലതിൻ്റെതായ ഒരു അനുഷ്ഠാനമാണെന്ന് മാത്രമല്ല, അവിടെ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ സ്തോത്രസ്വരങ്ങളെ കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കേണ്ടതിനും. നാം എങ്ങനെയാണ് ഈ വലതിൻ്റെ അനുഷ്ഠാനത്തിൽ പങ്കെടുക്കുന്നത്? സ്തോത്രം നിരന്തരമായി ഹൃദയത്തിൽ നിന്നും ഉയർന്നു പൊങ്ങുക, ദൈവം നമ്മോട് ചെയ്ത അത്ഭുത പ്രവൃത്തികളെയും വർണ്ണിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് നാം ഈ വലതിലൂടെ എപ്പോഴും സഞ്ചരിക്കേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കേൾക്കുമ്പോൾ ശരിയായതിന് പറയുന്ന പേര് റൈറ്റ് എന്നാണ്. എല്ലാം ശരിയായെന്ന് പറയുന്നതിന് ഓൾ റൈറ്റ്. അപ്പോൾ ശരി ഏത് എന്ന് തിരഞ്ഞെടുക്കുമ്പോൾ സാമാന്യമായും ഈ ലോകം അംഗീകരിച്ചൊരു ഭാഷ വലതിൻ്റേത്, ദൈവത്തിൻ്റേത്. അതേതെങ്കിലും രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ ചുവട് പിടിച്ചല്ല ഞാൻ ഈ സൂചിപ്പിക്കുന്നത്. അത് പിന്നീടുണ്ടായതാണ്. അതിനു മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് ദൈവശാസ്ത്രം. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ അവൻ്റെ വലത് ഭാഗത്തേക്ക് ആദരിക്കുവാനായി ചേർത്ത് നിർത്തുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ശരിയായ ഒരു തെരഞ്ഞെടുപ്പാണ്. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും അടിവരയിട്ട് പഠിപ്പിക്കുന്നതായ ഒരു സബ്ജക്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനം കൈക്കൊള്ളുക. കാരണം അത് ശരിയായിരിക്കണം, അത് തെറ്റിപ്പോകാൻ പാടില്ല. 2, 3, 4 പ്രാവശ്യം ആലോചിക്കേണ്ടി വന്നാലും തീരുമാനമെടുക്കുമ്പോൾ അത് ഉറച്ച തീരുമാനമായിരിക്കണം. ആദ്യം ഒരു തീരുമാനമെടുത്തു, അത് ശരിയാണെന്ന് തോന്നി, വീണ്ടും അടുത്ത തീരുമാനം മാറ്റി ആദ്യത്തെ തെറ്റാണെന്ന് പറഞ്ഞിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും ഒരു കുടുംബത്തിനും ഉതകുകയില്ല, ഒരു പള്ളിക്കും ഉതവുകയില്ല, ഒരു സഭയ്ക്കും ഉതവുകയില്ല, ഒരു രാഷ്ട്രീയത്തിനും ഉതവുകയില്ല, ഒരു രാജ്യത്തിനും ഉതവുകയില്ല. പ്രിയപ്പെട്ടവരെ, റൈറ്റ് ഡിസിഷൻ, ശരിയായത്, അത് കൃത്യമായും കൈക്കൊള്ളുക എന്നുള്ളതിനെ ഉപയോഗിക്കുന്നതായ വാക്ക് തന്നെയാണത് റൈറ്റ് എന്നുള്ളത്. അപ്പോൾ ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക, ശരിയായ തീരുമാനത്തിൻ്റെ ഭാഗത്താകണം നാം എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് വലതിൻ്റെ ദൈവശാസ്ത്രമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. പലപ്പോഴും ഈ തീരുമാനങ്ങൾക്കുള്ളിൽ തട്ടി വീഴുന്ന ആളുകളാണ്. എന്ത് തീരുമാനിക്കണമെന്ന് നമുക്കറിയുകയില്ല. ദൈവത്തിൻ്റെ തീരുമാനമാണ് വലതിൻ്റെ തീരുമാനം, ഇങ്ങനെ നാം വിചാരിക്കുക. ദൈവം നമ്മോട് ബുദ്ധി ഉപദേശിച്ചു തരുന്നത് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളതാണ്. എപ്പോഴും 2 ഓപ്ഷനുകൾ മുമ്പിലുണ്ട്. നമ്മുടെ സഹോദര ബന്ധം വേണോ അതോ ഭൂമി വേണോ എന്ന് പഴയ നിയമത്തിൽ 2 പേരോട് ചോദിച്ചു. ലോത്ത് എന്ന് പേരുള്ളവൻ ഭൂമി തെരഞ്ഞെടുത്തു, അബ്രഹാം എന്ന് പേരുള്ളയാൾ സഹോദര സ്നേഹം തെരഞ്ഞെടുത്തു. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പഴയ നിയമ ഭാഗമാണ് അത്. ആദ്യ പുസ്തകങ്ങളിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗം ഏതാണ്, അതാണ് ശരിയായ ഭാഗം, അത് വലതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ശലോമോൻ രാജാവ് പറയുകയാണ്, ജ്ഞാനിയുടെ ബുദ്ധി അവൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളായിരിക്കണം എപ്പോഴും നാം സ്വീകരിക്കേണ്ടത്. ദൈവത്തോട് ആലോചന ചെയ്തുകൊണ്ട് ദൈവം നമ്മോട് നിർദ്ദേശിക്കുന്ന ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ, അതാണ് നല്ല ബുദ്ധി. നിങ്ങൾക്ക് രാജാവിനെ വേണോ ദൈവത്തിനെ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതും യോശുവ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം പുസ്തകം 8-ാം അധ്യായം
13-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇസ്രായേലിലെ പരമാധികാരി ദൈവമായിരുന്നു. ഏകദൈവ വിശ്വാസം ഇത്രയും ശക്തമായ വേറൊരു രാജ്യവുമില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവത്തെ ഒരു രൂപമുണ്ടാക്കുവാൻ പോലും അനുവദിക്കുന്നില്ല, ഒരു ചിത്രം പോലും വരയ്ക്കാൻ അനുവദിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആലയത്തിൽ രൂപമുള്ള ഒരു നാണയം പോലും ഇടാൻ അനുവദിക്കുന്നില്ല. ഇത്രമാത്രം മോണോതെയിസം എന്ന ഏകദൈവ വിശ്വാസം ദൃഢമായി നിൽക്കുന്ന ഒരു രാജ്യത്തിൽ ജനങ്ങളെല്ലാം കൂടെ ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് രാജാവിനെ വേണമെന്നും. അവർ ചുറ്റുപാട് നോക്കിയപ്പോൾ ചുറ്റുപാടുമെല്ലാം രാജാക്കന്മാരുണ്ട്. എന്നാൽ ഇസ്രായേലിന് മാത്രം രാജാക്കന്മാരില്ല, പ്രവാചകന്മാരും ന്യായാധിപന്മാരും മാത്രമൊക്കെയുള്ളൂ. അവിടെ യഹോവയായ ദൈവം പ്രവാചകനിലൂടെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ഒരു രാജാവ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാകും, നിങ്ങൾ ആരെ വേണമെന്ന് തെരഞ്ഞെടുത്തു കൊള്ളുക. ശമൂവേൽ പ്രവാചകന്റെ 8-ാം പുസ്തകം 1-ാം പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യം, രാജാവിൻ്റെ ന്യായം ഇതായിരിക്കും, അവൻ നിങ്ങളുടെ പുത്രന്മാരെ തേരാളികളും കുതിരച്ചേകവരും ആക്കും, അവൻ്റെ രഥങ്ങൾക്ക് മുമ്പേ അവർ ഓടേണ്ടി വരും, അവനവരെ 1000-നും 50-നും അധിപന്മാരാക്കും, നിലം കൃഷി ചെയ്യുവാനും വിള കൊയ്യുവാനും പടക്കോപ്പും തേർക്കോപ്പും ഉണ്ടാക്കുവാനും അവരെ നിയമിക്കും. നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരത്തികളും വെപ്പുകാരത്തികളും അപ്പക്കാരത്തികളുമായിട്ടെടുക്കും. അവൻ നിങ്ങളുടെ വിശേഷമായ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും എടുത്ത് തൻ്റെ ഭൃത്യന്മാർക്ക് കൊടുക്കും. അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ദശാംശമെടുത്ത് തൻ്റെ ഷണ്ടന്മാർക്കും ഭൃത്യന്മാർക്കും കൊടുക്കും. അവൻ നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ കോമള യുവാക്കളെയും നിങ്ങളുടെ കഴുതകളെയും പിടിച്ച് തൻ്റെ വേലയ്ക്കാക്കും. അവൻ നിങ്ങളുടെ ആടുകളിൽ 10-1 എടുക്കും, നിങ്ങളവന് ദാസന്മാരെ. ഇങ്ങനെ കുറേയേറെ വിവരണങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. ഒരു രാജാവ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയായിരിക്കും ദുരിതങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് വളരെ കൃത്യം, നിങ്ങൾക്ക് ആരെ വേണം? യഹോവയായ ദൈവത്തെയാണോ അതോ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന രാജാവിനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. യോശുവ ദീർഘദർശി ചോദിക്കുന്നുണ്ട്. യോശുവ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ, നിങ്ങളിന്ന് തെരഞ്ഞെടുത്തു കൊള്ളുക ആരെ വേണമെന്ന്. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ട മുതൽ മത്സരികളായിരുന്നു. മരുഭൂമിയിൽ വെച്ച് ദൈവത്തോട് മത്സരിച്ചു, അനുസരണക്കേട് കാണിച്ചു, ഏകദൈവത്തെ വിട്ട് നിങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ജീവിതം മുഴുവൻ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു ജനതയാണ് നിങ്ങൾ. 40 ആണ്ട് മരുഭൂമിയിലൂടെ വഴി നടത്തിയ ദൈവത്തെ നിങ്ങൾ മറന്നു കളഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ നൽകുമ്പോൾ അവനെ സ്നേഹിക്കുകയും ഒരു വേള ദൈവം മാറി നിൽക്കുമ്പോൾ അവനെ മറന്നു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദേശമൊക്കെ വിഭാഗിച്ചു, ഇസ്രായേൽക്കാർക്ക് അവകാശം ലഭിച്ചു, വാഗ്ദത്ത നാട്ടിൽ പാലും തേനും ഒഴുകുന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടെ വെച്ച് യോശുവ പറയുകയാണ്, നിങ്ങളിന്ന് തെരഞ്ഞെടുത്തു കൊള്ളുക ആരെ വേണമെന്ന്. നിങ്ങൾ ആരെ തിരഞ്ഞെടുത്താലും അവിടെ ഒരു സുവർണ ലിഖിതം ഇപ്രകാരം പ്രസ്താവിക്കുന്നുണ്ട്, നിങ്ങളാരെ തിരഞ്ഞെടുത്താലും ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇതാണ് ആ വാക്യത്തിന് ആധാരം. അതൊരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് റൈറ്റ് ചോയ്സ്, ഏതാണ് ശരിയായ തെരഞ്ഞെടുപ്പ്? ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുകൾ ഉൾക്കൊള്ളുവാൻ കൈക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതാണ് ബുദ്ധി. ശലോമോൻ രാജാവ് പറയുന്നത് അതാണ് ബുദ്ധി. ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് തിരിച്ചറിയുവാനും അത് തിരഞ്ഞെടുക്കുവാനും സാധിക്കുക എന്നാണ് റൈറ്റ് ചോയ്സ്. അതാണ് നിങ്ങളുടെ വലതിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ. ആ ഒരു ബുദ്ധിയിലൂടെ കടന്നു പോകാൻ സാധിക്കണം. ഒരിക്കലും മണ്ടന്മാരാകരുത്, ഭോഷന്മാരാകരുത്, തെറ്റായ കാര്യങ്ങൾ തിരഞ്ഞെടുത്തിട്ട് പരിതപിക്കുവാൻ തക്കവണ്ണം ഇടയാകരുത് എന്ന ഓർമ്മപ്പെടുത്തലാണ്. ഈ വലത് എന്ന് പറയുന്നതിന് നമ്മുടെ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയൊരു മാതൃക കൂടിയുണ്ട്, അടിസ്ഥാനം കൂടിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീകളെ കുറിച്ച് പറയുന്ന വാക്കേതാണ്? കുടുംബജീവിതത്തിൽ സ്ത്രീകളെ പരാമർശിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്കേതാണ്? വാമഭാഗമെന്നാണ്. വാമഭാഗമെന്ന് പറഞ്ഞാൽ എന്താണ്? വാമനന്റെ ഭാഗമാണോ? വാമം എന്ന വാക്കിൻ്റെ അർത്ഥം വലതെന്നാണ്. വലത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കൈയാണല്ലോ വലത്ത് കൈ. അപൂർവമായി മാത്രമേ ചില ആളുകൾ ഇടംകൈയന്മാരാകാറുള്ളൂ. അതുകൊണ്ട് കോമൺലി ആയിട്ടുള്ള എപ്പോഴും കാണുന്ന ഉദാഹരണം പറയാൻ സാധിക്കുന്ന വലത്. എനിക്ക് വാക്കുള്ളത് എന്നതിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തനക്ഷമമായിരിക്കുന്ന ഭാഗമാണ് വലത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രവർത്തനക്ഷമമായ ഭാഗമാകണം ഭാര്യ എന്ന് ഓർമ്മപ്പെടുത്തലാണ്. അവൻ്റെ കൈക്ക് കൂച്ചുവിലം കിടങ്ങുന്ന ആളായിട്ടല്ല
അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു അടിസ്ഥാനമായും അവനെ പ്രചോദിപ്പിക്കുന്നൊരു ഘടകവുമായിട്ടാണ് ഈ വലത് ഭാഗം നിലനിൽക്കേണ്ടത്. അതുകൊണ്ട് വാമഭാഗം എന്ന് പറയുമ്പോൾ അതൊരു റൈറ്റ് ചോയ്സാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെയാണ്, വലതുവശത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഒരു പുരുഷൻ സ്ത്രീയിലൂടെ ആഗ്രഹിക്കുന്നത് അവൻ്റെ വലത് ഭാഗമാകുവാനായിട്ടാണ്. അവന് വാക്കില്ലാത്ത ദിശകളിലൂടെ അവൻ തിരിഞ്ഞു പോകുവാൻ ആയിട്ടല്ല അവനൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. എങ്ങനെയുണ്ട് കുടുംബജീവിതം എന്ന് ചോദിക്കുമ്പോൾ ആദ്യം അത് റൈറ്റായിരുന്നുവെന്നും പിന്നീട് റോങ് ആയി മാറി എന്നും ആരും പറയരുത്. നമ്മളുടെ തെരഞ്ഞെടുപ്പുകൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള നമ്മുടെ കുടുംബജീവിതങ്ങളും വിവാഹ ജീവിതങ്ങളുമൊക്കെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത് തന്നെയാണെന്ന് വിശ്വസിക്കുക. പിന്നീട് കുറേ ഏറെ നാൾ കഴിയുമ്പോഴെങ്കിലും ചിലർക്ക് ഒരു ബോധോദയം ഉണ്ടാകുന്ന മട്ടിൽ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഒരല്പം മനസ്സ് പതർച്ച എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ മാറിയതായി എനിക്ക് തോന്നുന്നു. അമ്മായി അപ്പനോട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ വളരെ സന്തോഷം, വളരെ സുഖകരമായി ജീവിക്കുന്നു എന്നൊക്കെ മറുപടി പറയുകയും, ഇങ്ങനെ കാലങ്ങൾ 1 വർഷം 2 വർഷം 10ാം വർഷമായപ്പോഴേക്കും വലിയ ബുദ്ധിമുട്ടാണ്, ബദ്ധപ്പാടാണ് എന്ന് പറയേണ്ടി വന്ന ഒരാളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതിപ്രകാരമാണ്. അങ്ങനെ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ വളരെ സന്തോഷമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ 10 വർഷം കഴിഞ്ഞപ്പോൾ എന്താ പുള്ളിക്കാരൻ ഇത്ര ബുദ്ധിമുട്ട്? അത് ആദ്യ വർഷം മുതലേ അവൾ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് എന്നെ എറിയുമായിരുന്നു. അന്നൊന്നും അതെൻ്റെ ദേഹത്ത് കൊള്ളത്തിലായിരുന്നു. ഇവക്ക് ഇപ്പം കൃത്യമായിട്ട് ഉന്നം കിട്ടി, അതെൻ്റെ മണ്ടയ്ക്ക് തന്നെ കൊള്ളുന്നുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതൊരു ഫലിതാത്മകമായ ഒരു വിവരണമാണ്. എങ്കിൽ പോലും കുടുംബജീവിതത്തിൻ്റെ വാമഭാഗം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അത് പര്യായപദമല്ല, അതൊരു വസ്തുതയാണ്. അത് ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങനെ തന്നെയായിരിക്കണം. അതുകൊണ്ട് വലത് എന്നുള്ളത് റൈറ്റ് ചോയ്സാണ്. ഓരോരുത്തരുടെയും കുടുംബജീവിതത്തിലെ ജീവിത പങ്കാളികൾ കേവലം വലങ്കൈ എന്നർത്ഥത്തിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനമാണ് എൻ്റെ ഭാര്യ. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറയുന്നത്. കാരണം ദൈവമാണത് യോജിപ്പിച്ചിരിക്കുന്നത്. ദൈവികമായിട്ടാണ് വലത് ഭാഗം കടന്നു വന്നിരിക്കുന്നതെന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളൊരു തീരുമാനമെടുത്തപ്പോൾ അതിൽ ദൈവമുണ്ട് എന്ന് ഉറപ്പിക്കുന്നതാണ് നിങ്ങളുടെ ബുദ്ധി. ഇല്ലെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാണ്. സഭാപ്രസംഗിയിലൂടെ ശലോമോൻ രാജാവ് നമ്മോട് ഇപ്രകാരം ഈ ദിവസം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് മുമ്പിൽ ഒരുപാട് ചോയ്സുകളുണ്ട്, ഓപ്ഷനുകളുണ്ട്. അത് വലതിൻ്റെ ഇടതിൻ്റെ എന്നൊക്കെ പറയുന്ന ദൈവശാസ്ത്രങ്ങളിൽ വലതിന് പ്രാധാന്യമുണ്ട്. ഇടത് എന്നൊക്കെ പറയുന്നതിന് ഏതെങ്കിലും ധ്രുവങ്ങളിലേക്ക് നാം മാറ്റുകയൊന്നുമല്ല. എങ്കിലും നമുക്ക് ഏറ്റവും എളുപ്പമായതും ദൈവം തെരഞ്ഞെടുത്തതും എന്ന് പറയുന്നതായ വലത് എപ്രകാരമാണ് ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത് ചോദിച്ചാൽ നാം തിരഞ്ഞെടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം ദൈവമുണ്ട് എന്ന തിരിച്ചറിവിലാണ്. ഞാനൊരു തീരുമാനമെടുക്കുന്നു, ആ തീരുമാനത്തിൽ ദൈവമുണ്ട്. നാം ഒക്കെ സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്തുമാത്രം പ്രാർത്ഥനാപൂർവമാണ്. അതുകൊണ്ട് എടുത്തുചാട്ടങ്ങളാകരുത് ഒരു തീരുമാനവും. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ ബുദ്ധി ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ദൈവമുണ്ടാകണം. ദൈവമുണ്ടാകുന്ന, ദൈവം നിലനിൽക്കുന്ന തീരുമാനങ്ങളാകണം നമ്മുടേത് എന്നാണ് ജ്ഞാനിയായ ശലോമോൻ രാജാവ് ഓർമ്മിപ്പിക്കുന്നത്. ജ്ഞാനിയുടെ ബുദ്ധി അവൻ്റെ വലത് ഭാഗത്തും ഭോഷന്റെ ബുദ്ധി അവൻ്റെ ഇടത് ഭാഗത്തും ഇരിക്കുന്നു. നല്ല തീരുമാനങ്ങൾ ദൈവാശ്രയബോധത്തോടും പ്രാർത്ഥനയോടും കൂടി കൈക്കൊള്ളുവാൻ നമുക്ക് ഇടയാകേണ്ടതുണ്ട്. വീണ്ടും ഒരു കാര്യം കൂടി അവിടെ സൂചിപ്പിക്കുകയാണ്. ഭോഷൻ നടക്കുന്ന വഴിയിൽ അവൻ്റെ ബുദ്ധി ക്ഷയിച്ചു പോകുന്നു. നടക്കുന്ന വഴിയിൽ ബുദ്ധി ക്ഷയിച്ചു പോവുക. ഒരാൾ മുമ്പോട്ട് നടക്കുകയാണ്, നടക്കുമ്പോൾ അയാൾ ബുദ്ധി കുറഞ്ഞവനായി മാറുകയാണ്. അതാരാണ്? അത് ഭോഷനാണ്. എന്നാൽ ജ്ഞാനി മുമ്പോട്ടേക്ക് നടക്കുമ്പോൾ അയാൾ ബുദ്ധിമാനായി മാറുകയാണ്, ബുദ്ധി കൂടുകയാണ്. ഞാൻ ആമുഖമായി പറഞ്ഞു എന്താണ് ബുദ്ധി എന്നുള്ളത്. ദൈവവുമായി ബന്ധപ്പെട്ട ജ്ഞാനമാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരാൾ നടക്കുമ്പോൾ അഥവാ ഒരാൾ പ്രായമാകുമ്പോൾ, ജീവിതത്തിൻ്റെ ഓരോ ഇരവും പകലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഓരോ പ്രഭാതം പൊട്ടിവിടരുമ്പോഴും, ഓരോ സന്ധ്യ സൂര്യൻ അസ്തമിക്കുമ്പോഴും ജ്ഞാനിയായവന് കൂടുതൽ ബോധമുണ്ടാവുകയും ഭോഷനായവൻ കൂടുതൽ മണ്ടനാവുകയും ചെയ്യുകയാണ്.
ജ്ഞാനിയായവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു. ഭോഷനായവന്റെ തീരുമാനങ്ങളെല്ലാം അബദ്ധങ്ങളായി മാറുകയാണ്. നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വഴിയെ നടക്കുമ്പോൾ എന്ന് മാത്രമല്ല. ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പ്രായമാകും തോറും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നടക്കുന്നവന് പരിണാമമുണ്ടാകണം, പരിണാമങ്ങളുണ്ടാകണം. പരിണാമം എന്ന വാക്ക് സയൻസിൽ നാം പഠിച്ചിട്ടുണ്ട്. സയൻസിൽ പറയുന്ന ഈ പരിണാമം എന്ന വാക്കിന് മനുഷ്യൻ്റെ ശരീരഭാഗങ്ങളൊക്കെ വേറെ രീതിയിലേക്ക് വളർന്നു വന്നു എന്നൊക്കെയാണ് വ്യാഖ്യാനം. പരിണാമം എന്നതിന് മറ്റൊരു വാക്ക് രൂപഭേദമുണ്ടാവുക, മാറ്റമുണ്ടാവുക. അത് നമ്മുടെ ഹൃദയത്തിലായിക്കൊള്ളട്ടെ. പ്രായമാകും തോറും നിങ്ങൾ ബുദ്ധിമാന്മാരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് പക്വതയുണ്ടാകുന്നു എന്നുള്ളതിലാണ്. ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ വിവരം നശിച്ചു പോകരുത്. ഇന്നലെ കണ്ട ഒരാളല്ല നാം. അതിനേക്കാൾ ആർജവത്വവും അഭിമാനവും അന്തസ്സുമൊക്കെ ഉയർന്ന നിലയിലാകണം നമ്മെ ആളുകൾ കാണേണ്ടത്. അതുകൊണ്ട് നടക്കും തോറും ബുദ്ധി നശിച്ചു പോകരുത്. അങ്ങനെ നശിച്ചു പോകുന്നവൻ മണ്ടനാണ് അഥവാ ഭോഷനാണ്. ദൈവം നിങ്ങളെ ജ്ഞാനിയായി കാണുവാനായി ആഗ്രഹിക്കുകയാണ്. ശലോമോൻ രാജാവിൻ്റെ കാര്യം തന്നെ എടുക്കുക. അദ്ദേഹം നടക്കും തോറും ബുദ്ധിമാനായ ആളായിരുന്നു. ജീവിതത്തിൻ്റെ ആ ചെറുപ്പമുള്ള സമയങ്ങളിൽ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ഉത്തമഗീതം. വരൂ പ്രിയേ, നമുക്ക് മുന്തിരിവള്ളിയുടെ ഇടയിൽ രാപാർക്കാം. ആധുനിക കാലത്തൊക്കെ മറ്റ് തരങ്ങളിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിലും പരിശുദ്ധ സഭയും അതിൻ്റെ കാന്തനായ ദൈവവുമായുള്ള ബന്ധത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു എങ്കിൽ നാം ഇത് മനസ്സിലാക്കുക. ശലോമോൻ രാജാവ് ഇത് എഴുതിയത് ഏറ്റവും ചെറുപ്പമുള്ള തീവ്രമായ ചിന്താഗതികൾ നിലനിന്നിരുന്നൊരു കാലത്ത് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഉത്തമഗീതം എന്നുള്ളത്. അല്പം കൂടി പ്രായമായി വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം നടന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം ജ്ഞാനിയായിരുന്നു. അദ്ദേഹത്തിന് ബുദ്ധി വികസിച്ചു. ആ സമയത്ത് എഴുതിയ പുസ്തകമാണ് സദൃശ്യവാക്യങ്ങൾ. വീഞ്ഞ് നുരയ്ക്കുന്നതും അതിൻ്റെ നിറം ഇങ്ങനെ ചുവന്നിരിക്കുന്നതും കണ്ട് നിന്റെ കണ്ണ് തിളങ്ങരുത് എന്ന് എഴുതിയിരിക്കുന്നു. അപ്പനെയും അമ്മയും എപ്രകാരം ബഹുമാനിക്കണമെന്ന് അതിലെഴുതിയിരിക്കുന്നു. എത്രമാത്രം അടിസ്ഥാനമുള്ള ആഴമുള്ള വാക്കുകളാണ് സദൃശ്യവാക്യങ്ങൾ. മറ്റേത് ഉത്തമഗീതത്തെ സംബന്ധിച്ച് വ്യാഖ്യാനങ്ങളുണ്ടെങ്കിൽ പോലും തികച്ചും ഒരു പ്രണയഗീതമായിരുന്നു. ലോകത്തിൽ ഇണക്കിളുകളെ പോലെ പാറി നടക്കുന്ന രണ്ടുപേർ മാത്രമുള്ളൊരു ലോകത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഉത്തമഗീതമെങ്കിൽ ചുറ്റുമുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ട് മാതൃകാപരമായ ജീവിതം നയിക്കുവാൻ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സദൃശ്യവാക്യങ്ങൾ. വീണ്ടും ശലോമോൻ രാജാവ് നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയ പുസ്തകമാണ്, ജീവിതത്തിന്റെ സായന്തനത്തിൽ എഴുതിയ പുസ്തകമാണ് സഭാപ്രസംഗി. ഹാ മായ, സകലതും മായ. ഒരു മനുഷ്യൻ അവന്റെ ആയുസ് മുഴുവൻ ഓടിയിട്ടും അവനൊടുവിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എഴുതിയിരിക്കുകയാണ്. ബദാം വൃക്ഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും, രോചനക്കുരു ഫലിക്കയില്ല, മനുഷ്യൻ തൻ്റെ ശാശ്വതമായ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. അതുകൊണ്ട് പ്രായം ചെല്ലുന്തോറും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പഠിക്കണം. ഒട്ടും വിദ്യാഭ്യാസമില്ലാത്ത ആളുകളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്, അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ. അവരുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ ലോകത്തിൽ എത്ര ഡിഗ്രികളോ സർട്ടിഫിക്കറ്റുകളോ നേടിയ ആളുകളെക്കാളൊക്കെ എത്ര മനോഹരമായി ജീവിതത്തിൻ്റെ അനുഭവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവർ 2-3 വാക്കുകളൊക്കെ പറയും. രോഗക്കിടക്കയിലായിരിക്കുന്ന ആളുകളൊക്കെ പറയുന്ന വാക്കുകളുടെ ആഴവും തൂക്കവും ഒക്കെ എത്ര വലുതായിരിക്കും. അത് കേൾക്കാൻ ശ്രമിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ജ്ഞാനികളുടെ വചനമെന്ന് പറയുന്നത്. അവിടെ പ്രായം ചെല്ലും തോറും നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടത് ഇങ്ങനെയുള്ള വചനങ്ങളാണ്. ഓരോ ആളുകളൊക്കെ പ്രായം ചെല്ലും തോറും മുമ്പത്തേതിനേക്കാൾ ഏറ്റവും മോശകരമായ തരത്തിലേക്ക് സംഭാഷിക്കുകയും ജീവിതം അങ്ങ് കൂപ്പുകുത്തുകയും ചെയ്യുന്നത് കണ്ട് നമുക്ക് സഹതപിക്കേണ്ടി വരുന്നുണ്ട്. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ രംഗങ്ങളിലാണെങ്കിലും സഭയിലാണെങ്കിലും സമുദായത്തിലാണെങ്കിലും ഓരോ മനുഷ്യൻ വീണുപോകുന്നത് അവൻ്റെ വായിൽ നിന്ന് വരുന്ന മോശം വാക്കുകളിലൂടെയാണ്. എന്തുകൊണ്ടാണ് പ്രായമാകുമ്പോൾ അവന് പക്വതയില്ലാതെ പോകുന്നത്? ഇന്നലെ സംസാരിച്ച അതിനേക്കാൾ മോശപ്പെട്ട ഭാഷയാണ് അവൻ ഇന്ന് ഉപയോഗിക്കുന്നത്. സമുദായങ്ങളിലാണെങ്കിലും നേതൃസ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ ഇടപെടലുകൾ അവരെ താഴേക്ക് നിബന്ധിപ്പിക്കുവാനായി ഇടയാക്കുന്നു. പക്വതയുള്ള ഒരു സമീപനം നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനിവാര്യമാണ്. അതുകൊണ്ട് ധനസമ്പാദ്യങ്ങളെക്കാളൊക്കെ ഏറെ ഘനത്വമുള്ളത് നമ്മുടെ ജ്ഞാനത്തിനാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അറിവിനാണ്. അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കാലാകാലങ്ങളിൽ ഓരോന്നിന് വിലയുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത പൊൻപ്രഭയോടുകൂടിയുള്ളത്
നിങ്ങളുടെ അറിവിനാണ്. നിങ്ങൾ ആരാണോ, നിങ്ങൾ ആരായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുവോ, നിങ്ങളുടെ വാക്കുകൾക്ക് പവന്മാറ്റ് തൂക്കമുണ്ടാകും. അതുകൊണ്ട് ഓരോ ദിവസം കഴിയുമ്പോഴും ചോർന്നു പോകാത്ത ജ്ഞാനമായി ദൈവസന്നിധിയിൽ യഥാർത്ഥമായത് തെരഞ്ഞെടുക്കുകയും പറയുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി ദൈവം നമ്മെ ക്ഷണിക്കുകയും ദൈവം നമ്മെ ചേർക്കുകയും ചെയ്യുന്ന ഒരു ധ്യാനചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഓർമ്മിപ്പിക്കുകയാണ്. ഭക്തി, ജീവിതം, വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ ചില ദിവസങ്ങളിലോ ചില നേരങ്ങളിലോ നാം നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ നമ്മുടെ ഈ ഭാഷയ്ക്ക് മങ്ങലുണ്ടാക്കാറുണ്ട്. നമ്മെ വീണ്ടും മോശപ്പെട്ട അവസരങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാറുണ്ട് എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയല്ല, പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കരുത്. അതൊക്കെ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളുമാണ്. ചരിത്രത്തിൽ പറയപ്പെടുന്ന ഒരു ഉദാഹരണം ഇപ്രകാരമാണ്. ആനി ബസന്റ് എന്ന് പറയപ്പെടുന്ന ഒരു വനിതയെക്കുറിച്ച് ഭാരതത്തിൻ്റെ ചരിത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നാം വായിക്കുന്നുണ്ട്. അവരുടെ ചരിത്രം അധികം നാം കേട്ടിരുന്നില്ല. എന്നാൽ ഈ അടുത്തിടെ ഒരു വായനയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അവരൊരു പാതിരിയുടെ ഭാര്യയായിരുന്നു. പാതിരി എന്ന് പറഞ്ഞാൽ ഒരു അച്ഛൻ്റെ കൊച്ചമ്മയായിരുന്നു. ആനി ബസന്റിനെ കുറിച്ച് അങ്ങനൊരു ചരിത്രം തമസ്കരിക്കപ്പെട്ടതായിരുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ ചില പ്രയാസങ്ങളുണ്ടായപ്പോൾ ഒരു മകൻ മരണപ്പെട്ടു പോയപ്പോൾ ദൈവത്തോടുള്ളവരുടെ ഭക്തി നശിച്ചുപോയി. അവർ ഇന്നലെ വരെ ഏത് ആദർശങ്ങളെ മുറുകെ പിടിച്ചുവോ ആ ക്രൈസ്തവ മൂല്യങ്ങളെയും ശാസ്ത്രങ്ങളെയും ഒക്കെ പാടെ മറന്നുകൊണ്ട് അവർ മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് വഴുതി മാറുകയായിരുന്നു. അതിനെന്തൊക്കെ ആദർശങ്ങളോ മൂല്യങ്ങളോ ഉണ്ടെന്ന് അഭിമാനിച്ചാൽ പോലും നാം ഇന്നലെ വരെ കൈമുതലാക്കിക്കൊണ്ട് നടന്നിരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവിൻ്റെ സുവിശേഷവും നമ്മുടെ ജീവിതവും ഒരു പടി കൂടി ഉയരുന്നതിന് പകരമായി അതിൽ നിന്നും പടിയിറങ്ങി പോവുക എന്നുള്ളത് വളരെ ശരിയാണ്. നമ്മെ വളരെ ചലഞ്ച് ചെയ്യുന്ന ചില മരണങ്ങളുണ്ടാകാറുണ്ട്, ചില രോഗങ്ങളുണ്ടാകാറുണ്ട്. നോമ്പിൻ്റെ 5-ാമത്തെ ഞായറാഴ്ച കൂനിയുടെ ഞായറാഴ്ചയാണ്. അന്ന് നാം വായനാഭാഗമായി കേൾക്കുന്നുണ്ട്, ഇത്രയും കാലമായിട്ടും മുതുവും കുനിച്ചു പിടിച്ചുകൊണ്ട് പള്ളിയിൽ വന്ന് ആരാധനയിൽ സംബന്ധിക്കുന്ന ഒരു കൂനിയെക്കുറിച്ചും. എന്നാൽ നാം ഓർമ്മിക്കേണ്ട വലിയൊരു പരമാർത്ഥം അവിടെയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഒരു രോഗം ബാധിച്ചിട്ടും ഇത്രയും ദീർഘമായൊരു വർഷം അത് ചുമന്നുകൊണ്ട് നടന്നിട്ടും അത് അവളുടെ വിശ്വാസത്തെ അല്പം പോലും ബാധിച്ചില്ല എന്നുള്ളതാണ്. നമുക്കൊക്കെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഈ ഉത്തരാധുനിക യുഗത്തിൽ അരങ്ങിൽ സുവിശേഷങ്ങൾ പൊടിപൊടിക്കുന്നൊരു കാലത്ത് അടിവരയിട്ട് ഓർമ്മിക്കേണ്ടതാണ്, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മുടെ വിശ്വാസമാണ്. നീ ഈ വിശ്വാസത്തിലായതുകൊണ്ടാണ് നിനക്ക് ഈ ദോഷങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് വളർച്ചയല്ല, അത് കൈവെടിയലാണ്, തളർച്ചയാണ്. വിശ്വാസം ഉപേക്ഷിച്ചിട്ട് നാം മറ്റു പലതിലേക്കും മടങ്ങിപ്പോകുന്ന ദുരന്തങ്ങളുടെ ചരിത്രമാകുവാനായിട്ടാണോ ദൈവം നമ്മെ ക്ഷണിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരിക്കലുമല്ല. രോഗങ്ങളുണ്ടാകും, ദുരന്തങ്ങളുണ്ടാകും, പ്രതികൂലതകളുണ്ടാകും. ഇതില്ലാത്ത ക്രിസ്തീയ ജീവിതം ഉണ്ടോ പ്രിയപ്പെട്ടവരെ? കഷ്ടതയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടല്ലേ, വളരുവാനായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്? കഷ്ടത വളർച്ചയുടെ ഒരു ഉപാധിയായി നാം ഇന്ന് മനസ്സിലാക്കുക, സ്വീകരിക്കുക. അതുകൊണ്ട് സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും സൗഖ്യങ്ങളുടെയും പരവതാനികളും പൂമത്തകളും മാത്രമൊന്നുമല്ല ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതായ ജീവിതം. നടന്നുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ കുഴിയിൽ വീഴും, അപ്പോഴും നിങ്ങൾ പക്വമതിയായിരിക്കുക, ശപിക്കുകയല്ല. ഇതെന്തൊരു ജീവിതമാണ്, എന്തൊരു വിലകെട്ട ജീവിതമാണെന്ന് പറഞ്ഞ് ദൈവത്തെയും കൂടെ നടക്കുന്നവരെ അധിക്ഷേപിക്കുകയല്ല. വീണതിന് ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് എഴുന്നേറ്റ് നടക്കുക. ഇതാണ് പരിണാമം. അതുകൊണ്ട് ഈ ഒരു ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കും. നടക്കും തോറും ജ്ഞാനി അവൻ്റെ ബുദ്ധി വർദ്ധിക്കുകയും നടക്കും തോറും ഭോഷൻ വീണ്ടു വിചാരമില്ലാത്തവനായും വിവേകമില്ലാത്തവനായും പോവുകയാണ്. മനോഹരമായൊരു വേദഭാഗമാണ് സന്ധ്യാനമസ്കാരത്തിൽ നാം വായിക്കുന്നത്. എൻ്റെ പ്രാർത്ഥന തിരുമുൻപാകെ ധൂപം പോലെയും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. ദുഷ്കാരത്തിന് ഞാൻ മനസ്സ് വയ്ക്കാതെയും എൻ്റെ വായ്ക്ക് കാവൽക്കാരനെയും എൻ്റെ അധരങ്ങൾക്ക് നിരന്തരമായി ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ് നാം ഇത്. അങ്ങനെ ഒരു വീൺവാക്ക് പോലും വായിൽ നിന്ന് വീഴരുത്. എനിക്ക് എൻ്റെ വായിൽ നിന്ന് വീഴുകയില്ല, എനിക്ക് അത്ര ഉറപ്പുള്ളവനാണെന്നൊന്നും അങ്ങനെ അഭിമാനിക്കരുത്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക.
നടന്നുകൊണ്ടേയിരിക്കുക ജ്ഞാനത്തിലേക്ക്. കത്തോലിക്ക സഭയിലെ അൾത്താരയിൽ വെച്ച് വണങ്ങുന്നൊരു വിശുദ്ധനാണ് അഗസ്തീനോസിന്റെ ചരിത്രം പറയുന്ന ഇപ്രകാരമാണ്: കാലം പരിണാമം നൽകിയ ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം എന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ പൂർവ്വകാല ജീവിതം അത്രയേറെ മോശപ്പെട്ടതായിരുന്നു. നമുക്കാർക്കും ചിന്തിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു വിശുദ്ധനെ സംബന്ധിച്ച് നാം ഒക്കെ പഠിച്ചു വച്ചിരിക്കുന്നത് വളരെ ചെറുപ്പകാലം മുതലേ അപ്രകാരമുള്ള സാധനങ്ങളിലൂടെ കടന്നു വന്ന് ദേവാലയവുമായി ബന്ധപ്പെട്ട്. എന്നാൽ ദേവാലയം എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുവോ അതിനെല്ലാം വിപരീതമായി പ്രവർത്തിച്ച ഒരാൾ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ചെയ്യാത്ത പാപങ്ങളില്ല എന്നുള്ളതാണ്. എന്നിട്ടും അദ്ദേഹം വിശുദ്ധനായി. കാലം പരിണാമത്തിന് വിധേയനാക്കി. കൽപ്പനകളെല്ലാം ലംഘിച്ച ഒരാൾ. അദ്ദേഹത്തിൻ്റെ അമ്മ പരിണാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അമ്മ മകന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. മദ്യപിച്ചൊക്കെ വൈകുന്നേരം വീട്ടിൽ ബോധമില്ലാതെ കടന്നു വരുമ്പോഴും ഈ അഗസ്തീനോസ് കാണുന്നത് അമ്മ മുട്ടിന്മേലിരുന്ന് കണ്ണുനീരൊഴുക്കി കരയുന്നതാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു വലിയ പാഠമാണ്. നമ്മുടെയൊക്കെ മക്കളുടെ ഭാവി അമ്മമാരുടെ കണ്ണീരുകളിലും കുമ്പിടലുകളിലും നോമ്പുകളിലും പ്രാർത്ഥനകളിലുമൊക്കെയാണ്. ഇത് കണ്ടിട്ടൊന്നും അവൻ്റെ മനസ്സ് മാറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, അവൻ വഴിവിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇവനെ നല്ല നിലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കടൽ തീരത്തെ പള്ളിയിൽ കൊണ്ടുവന്നു. ഒരിക്കലും അവൻ തന്നെ വിട്ടു പോകരുതെന്ന് അവർ ആഗ്രഹിച്ചു. കടൽ തീരത്തെ പള്ളിയിൽ അമ്മ ഇരിക്കുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക, ഞാൻ പോയി ഒരു കൂട്ടുകാരെ പറഞ്ഞയച്ചിട്ട് തിരികെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കൂട്ടുകാരെ പറഞ്ഞയച്ചിട്ട് തിരികെ വന്നില്ല. മകൻ അമ്മയെ വിട്ട് ഓടിപ്പോയി. കാരണം ഏറ്റവും സ്വതന്ത്രനായി നടക്കുവാൻ ഈ അമ്മയുടെ പ്രാർത്ഥന പോലും ഒരുപക്ഷെ അവന് അസഹനീയമായി തോന്നിയിട്ടുണ്ടാകാം. നഷ്ടപ്പെട്ടു പോയി മകൻ. പക്ഷെ അവർ പ്രാർത്ഥന കൈവിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നടന്നുകൊണ്ടേയിരിക്കുക. ഇനി നാം സംസാരിക്കുന്ന അമ്മയെക്കുറിച്ചാണ്. നടന്നുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടായി, ഒരിക്കലും ഇനി അവൻ കപ്പൽ കയറിപ്പോയ മകൻ ഇനി എങ്ങനെ തിരിച്ചു വരും? പ്രിയപ്പെട്ടവരെ, അക്കാലത്തെ ഗതാഗതത്തെക്കുറിച്ചൊക്കെ നമുക്ക് വലിയ അറിവുള്ളവരാണ്, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു മകന് വേണ്ടി, അവൻ്റെ നന്മയ്ക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചു. നടന്നുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ബുദ്ധി നഷ്ടപ്പെടുത്തരുത്, പ്രാർത്ഥന നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ തകർന്ന് തരിപ്പണമായാൽ പോലും നിങ്ങൾ കൈപിടിച്ചിരിക്കുന്നതായ പ്രാർത്ഥന, നിങ്ങൾ അർപ്പിച്ചിരിക്കുന്നതായ വിശ്വാസം ഒരിക്കലും കൈവിട്ട് കളയാതെ മുറുകെ പിടിക്കുക. അതിനൊരു ഫലമുണ്ടാകും. അഗസ്തീനോസ് തിരികെ വന്നു. വിശുദ്ധ ജീവിതത്തിലേക്ക് അവൻ പടികൾ ചവിട്ടി. അവൻ എത്രമാത്രം മദ്യപിച്ചു, അകത്തേക്ക് മദ്യപാനം അവൻ്റെ ആമാശയത്തിൽ അവൻ്റെ സിരകളെ ലഹരി പിടിപ്പിച്ചു. അതിനേക്കാളേറെ അവൻ കരഞ്ഞു, കണ്ണുനീർ വാർത്തു. അവൻ എത്രമാത്രം വഴിവിട്ട് സഞ്ചരിച്ചുവോ അതിനേക്കാളേറെ അവൻ ദൈവസന്നിധിയിൽ നമിച്ചു, പ്രണമിച്ചു, അവിടെ ചടഞ്ഞിരുന്നു. എനിക്ക് ഈ സന്നിധി വിട്ട് എങ്ങോട്ടേക്കും പോകേണ്ട. അമ്മയുടെ വിശ്വാസമാണത്. അമ്മ നടന്ന വഴിയാണത്. അമ്മ നടന്ന വഴി ഒരിക്കലും പിഴച്ചുപോയില്ല, നഷ്ടപ്പെട്ടു പോയി. അയ്യോ, ഇനി ഞാൻ എന്തിനു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് പരിതപിച്ചില്ല. വീണ്ടും പണ്ഡിതന്മാർ പറയുകയാണ്, പണ്ഡിതന്മാരിൽ വിശുദ്ധനും വിശുദ്ധന്മാരിൽ പണ്ഡിതനുമായി അവൻ മാറി എന്നൊരു വിശുദ്ധ ജീവിതത്തെ അപകീർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നാം ഇന്ന് നിലയുറപ്പിച്ചിരിക്കുന്നതായ പരിശുദ്ധ പരിമള തിരുമേനിയുടെ ജീവിതം ഉദാത്തമായി നമുക്ക് മാതൃകയായി നാം ധ്യാനിക്കുകയും മനസ്സൊരുക്കത്തോടുകൂടി ആ വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ വെള്ളിയാഴ്ച ഈ വിശുദ്ധൻ്റെ കബറിടത്തിൻ്റെ സാന്നിധ്യത്തിൽ എപ്രകാരം മനുഷ്യൻ വിശുദ്ധിയിലേക്ക് പടിചവിട്ടുന്നു, ഇതാണ് നാം അവസാനമായി ധ്യാനിച്ച് അവസാനിപ്പിക്കേണ്ടത്. ജീവിതത്തിൻ്റെ പ്രതികൂലതകൾ വരുമ്പോഴും അവസാനം കിടക്കയിൽ കിടന്നുകൊണ്ട് 2 ദിവസം കൂടി എൻ്റെ കഷ്ടതകൾ ഉണ്ടല്ലോ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞ പരിശുദ്ധ തിരുമേനിയെ നാം ഓർക്കുന്നുണ്ട്, ജീവചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ പോലും സഹനത്തോടുകൂടി ഒരു വീൺവാക്ക് പോലും ഉച്ചരിക്കാതെ വിശുദ്ധനാവുന്നത് അങ്ങനെയാണ്. ജീവിതത്തിൻ്റെ പ്രാണൻ അസ്തമിക്കുന്ന അവസാന നിമിഷം പോലും ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്നതും വായി പ്രസ്താവിക്കുന്നതും എത്ര വെണ്മയുള്ള പദങ്ങളായിരിക്കണം. ഒരു ചത്ത ഈച്ച പോലും നിന്റെ സുഗന്ധ തൈലത്തെ നാറുമാറാക്കരുത്. ഇതാണ് നാം ഇന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതായ സുവിശേഷമെന്ന് തന്നെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് നമ്മെ തന്നെ വിചാരണ ചെയ്യുവാനുള്ള ഒരു ദിവസമാണിത്. ആരും നമ്മെ നിനക്ക് തെറ്റിപ്പോയി, നീ പിഴച്ചുപോയി എന്ന് പറയുവാൻ ഇല്ല എങ്കിലും, ആരും അങ്ങനെ ധൈര്യപ്പെടില്ല എങ്കിൽ പോലും നമ്മുടെയൊക്കെ അന്തസ്സും അഭിമാനവും വെച്ച് നമ്മെ ഉപദേശിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കാം.
നമുക്ക് തന്നെ ആലോചിക്കാം, ഏതെങ്കിലും ചത്ത ഈച്ച എൻ്റെ ഹൃദയത്തെ നാറുമാറാക്കുന്നുണ്ടോ? ഏറ്റവും നിസ്സാരമായ ഒന്നായിരിക്കാം, അതിനെ ഗൗരവമല്ലാതെ നമ്മൾ തള്ളിക്കളയരുത്. ഒരു ചെറിയ ഘടകം പോലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തി കളയും, നമ്മുടെ ജീവിതത്തിൻ്റെ അഴക് നശിപ്പിച്ച് കളയുമെന്നുള്ള ബോധത്തോടു കൂടി അതിനെപ്പോലും മായ്ച്ചു കളഞ്ഞുകൊണ്ട് പൂർണ്ണ വിശുദ്ധി എന്ന വലിയ ഒരു ക്യാൻവാസിലെ ഒരു നല്ല ചിത്രം, മനോഹര ചിത്രമായി തീരുവാൻ ദൈവം നമ്മെ ഈ ദിവസം ക്ഷണിക്കുന്നുണ്ട്. ഈ വിശുദ്ധ ദേവാലയത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ ആകുലതകളും ചിന്തകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനും പരിശുദ്ധ തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനും കടന്നു വന്നിട്ടുള്ള നാം നമ്മെ തന്നെ ശോധന ചെയ്യുവാനുള്ള ഒരു വാചകമാണ്. ദൈവമേ, എനിക്ക് ദൈവത്തിൻ്റെ നന്മകൾ പൂർണ്ണ നിറവോടുകൂടി ലഭിക്കാൻ വിഘാതമായി നിൽക്കുന്ന ഏതെങ്കിലും ചത്ത ഈച്ചകൾ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? എൻ്റെ സുഗന്ധത്തെ അത് നഷ്ടപ്പെടുത്തി കളയുന്നുണ്ടോ എന്ന് പ്രാഥമികമായി ചിന്തിക്കുക. രണ്ട്, നാം തിരഞ്ഞെടുക്കുന്ന തീരുമാനങ്ങൾ, എന്ത് തീരുമാനിച്ചാലും തിങ്ക് ട്വൈസ് ബിഫോർ യു സ്പീക്ക് എന്ന് പറയാറുണ്ട്. 2 പ്രാവശ്യം ആലോചിക്കുക. ചിന്തിക്കുമ്പോഴും തീരുമാനമെടുക്കുമ്പോഴും ആലോചിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ ഭാഗം, അത് വലത് എന്ന് പറയുന്നത് പ്രായോഗികതയുടെ പേരിൽ മാത്രമാണ്. ദൈവത്തിൻ്റെ ഭാഗത്തെ തീരുമാനങ്ങളാകണം നമ്മുടെ തീരുമാനങ്ങൾ. പിഴച്ചു പോകരുത്. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് തെറ്റിപ്പോയി, പിന്നീട് എനിക്ക് അബദ്ധം പിണഞ്ഞു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാകരുത്. ജ്ഞാനിയുടെ തീരുമാനങ്ങളാകട്ടെ നമ്മുടെ തീരുമാനങ്ങൾ. ജ്ഞാനിയുടെ ഭാഗത്തുകൂടി സഞ്ചരിക്കുവാൻ ഇടയാകണം. ഓരോ ദിവസവും നാം സഞ്ചരിക്കുമ്പോൾ ഇന്നലെ ഈ ഭൂമിയിൽ ജീവിച്ചയാളാകരുത് ഇന്ന് ഞാൻ, ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചയാളാകരുത് നാളെ ഞാൻ. എൻ്റെ ഭാഷയ്ക്ക് ഒരല്പം കൂടി ഭംഗി വേണം. എൻ്റെ ഇടപെടലിന് ഒരല്പം കൂടി ആദരവും ബഹുമാനവുമൊക്കെ ഉണ്ടാകണം. ഞാൻ മറ്റൊരാളായി മാറിയേ മതിയാവുകയുള്ളൂ. ഞാൻ പണ്ടെങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഇന്നും ഞാനെന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അതവരുടെ അടിസ്ഥാനത്തെ, ഞാൻ അങ്ങനെയാണ്, എനിക്ക് നിലപാടിൽ യാതൊരു മാറ്റവുമില്ല എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയാകാം. പക്ഷേ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, അഥവാ വേദപുസ്തകം ധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനമാർജിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ആയിരുന്നയാളല്ല ഇനി നിങ്ങൾ ഇന്ന് മറ്റൊരാൾ തന്നെയാണ്. സംസാരിക്കുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക, ഒരല്പം കൂടി ഭംഗിയോടുകൂടി, ഒരല്പം കൂടി പ്ലീസിങ് ആയി എന്തുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല? ആകണം. ഞാൻ ഇടപെടുമ്പോൾ, ഹൃദയം തുറക്കുമ്പോൾ, ഞാൻ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുമ്പോൾ ഒരല്പം കൂടി ചാരുതയോടുകൂടി അത് നിവർത്തിക്കുവാനായി നമുക്ക് സാധിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വേദഭാഗങ്ങളുള്ളത്. പ്രിയപ്പെട്ടവരെ, അനുവദനീയമായ സമയം ഇവിടെ സമാപിക്കുമ്പോൾ ഈ ദിവസം നാം കേട്ട വേദഭാഗം സുവിശേഷത്തിൽ ജ്ഞാനമെന്ന വാക്കല്ല, സ്നേഹമെന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാൻ ശ്ലീഹ തന്നെയാണ്. 4 ഭാഗങ്ങളിൽ അദ്ദേഹം പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. 3-ാം അധ്യായം 16-ാം വാക്യം സുവിശേഷത്തിൽ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം, ജ്ഞാനം എന്നുള്ളത് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അത് സ്നേഹമായി മാറുകയാണ്. എത്ര മനോഹരമായൊരു പരാവർത്തനമാണ്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിലേക്ക്, കർത്താവിൻ്റെ കുരിശിൽ വീണ്ടെടുക്കപ്പെട്ടവരായ നാം കുരിശിലെ കാൽവരിയിലെ ഉദാത്തമായ സ്നേഹത്തിൻ്റെ ആ വലിയ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ത്യാഗോജ്ജലമായി കുരിശിനെ കാണുമ്പോൾ സ്നേഹത്തെ കാണുകയാണ് നാം. നമുക്ക് ദൈവസന്നിധിയിൽ തലകളെ വണക്കി ശാന്തമായി ഈ വേദഭാഗങ്ങൾ നമ്മോട് സംസാരിക്കുവാൻ വേണ്ടി ആയിരിക്കാം.